ദൈവത്തിന് സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ ദിവസമാണ്, അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. നിങ്ങളുടെ വിശ്വാസം കുതിച്ചുയരുവാൻ ഇന്നത്തെ എൻ്റെ സന്ദേശം നിങ്ങൾക്കിടയാക്കി തീർക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശം ഇവിടെ തുടങ്ങുന്നു. നാം ആരാണ്? ജീസസ് ഫാമിലി. എന്താണ് ജീസസ് ഫാമിലി? യേശുവിൻ്റെ കുടുംബം. ഹല്ലേലൂയ. നിങ്ങളെ ഞങ്ങളുടെ സഭയിൽ ചേർക്കാൻ ശ്രമിക്കുകയല്ല, നിങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളൊരു സഭയുണ്ടാക്കാൻ ശ്രമിക്കുകയല്ല. ഞങ്ങൾക്കതല്ല ജോലി. നിങ്ങളെ ക്രിസ്തുവിൻ്റെ ഭാവമുള്ളവരായിട്ട്, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ വിശ്വാസം, അപ്പോസ്തലന്മാരുടെ വിശ്വാസമുള്ളവരാക്കി തീർക്കുവാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമാണ്. നമ്മളൊരു കുടുംബത്തിലെയാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് അടുത്ത ആഴ്ച ഞാൻ നിങ്ങളോട് യോശുവയെ പറ്റി ചില കാര്യങ്ങൾ പറയുവാൻ ശ്രമിക്കുകയാണ്. എൻ്റെ ഒരു ആവേശം തരുന്ന ഒരു മനുഷ്യനാണ് യോശുവ. കർത്താവ് എന്നെ സഹായിച്ചാൽ ഈ വർഷമോ അടുത്ത വർഷമോ ഞാൻ യോശുവയെ പറ്റി ഒരു പുസ്തകം എഴുതുന്നതായിരിക്കും. ഐഡിയ എല്ലാം എൻ്റെ മനസ്സിനകത്ത് കിടപ്പുണ്ട്. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് പോകാം. നിങ്ങളുടെ വേദപുസ്തകം ഉണ്ടോ? ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ഈ നോട്ട്ബുക്ക് ഉണ്ടോ? ഉണ്ടായിരിക്കണം. ഇതുപോലത്തെ ഒരു നോട്ട്ബുക്ക്, സ്പൈറൽ നോട്ട്ബുക്ക്. പ്ലാസ്റ്റിക് ആയിരിക്കണം, ലോഹത്തിൻ്റെ ആയിരിക്കരുത്. മെറ്റലിൻ്റെ ആണെങ്കിൽ തുരുമ്പിച്ച് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നോട്ട്ബുക്ക്. നിങ്ങളുടെ ഈ പേന ഉണ്ടായിരിക്കണം. എപ്പോഴും എൻ്റെ ഈ 2 പേന ഉണ്ടാകും. എന്തിനാണ്? ഒന്ന് തെളിയാതെ വന്നാൽ താഴെ വീണിട്ട് അതിൻ്റെ നിബ്ബ് അഥവാ ബോൾ ഒടിഞ്ഞു പോയാൽ അടുത്ത പേന ഉപയോഗിക്കാം. എൻ്റെ അടുത്തിരിക്കുന്ന ആളിനും പേന ഇല്ല എങ്കിൽ അവർക്കൊരു പേന കൊടുക്കുവാൻ കഴിയും. നമുക്ക് ഒന്നിച്ച വേദപുസ്തകം പഠിക്കാം. ജോഷുവയുടെ പുസ്തകം. ആരാണ് ജോഷുവ? യോശുവ മോശയുടെ അനന്തരഗാമിയാണ്. അവൻ എങ്ങനെയാണ് അനന്തരഗാമി ആയിത്തീർന്നത്? മോശയുടെ മകനല്ല, മരുമകനല്ല, യാതൊരു ബന്ധവുമുള്ള മനുഷ്യനല്ല. പിന്നെ എങ്ങനെയായിത്തീർന്നു? അവനെ ആദ്യം നമ്മൾ കാണുന്നത് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. എഫ്രൈം ഗോത്രത്തിൽ നൂൻ്റെ മകനായ ഹോശയ. അവൻ്റെ ആദ്യത്തെ പേര് ഹോശയ എന്നായിരുന്നു. ആരായിരുന്നു അവൻ? ഈജിപ്തിൽ ജനിച്ച, മിസ്രൈമിൽ ജനിച്ച ഒരു അടിമയാണ്. നിങ്ങളുടെ ജനനം എങ്ങനെയാണെങ്കിലും, ഏത് കുടുംബത്തിലാണെങ്കിലും അത് നിങ്ങൾക്ക് നോക്കണ്ട. അവൻ അടിമയായിട്ട് ജനിച്ചു, പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഇല്ലേ? അപ്പനും അമ്മയും എഴുതാനും വായിക്കാനും പഠിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങളുടെ പശ്ചാത്തലം എന്തായിരുന്നാലും അതിനെ മറന്നേക്കുക. നിങ്ങളുടെ ശൈശവകാലത്തെ മറന്നേക്കുക. നിങ്ങളുടെ യൗവനകാലത്തെ മറന്നേക്കുക. നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കുന്ന ചാബല്യങ്ങളെപ്പറ്റി മറന്നിരിക്കുക. അതിനകത്ത് നമ്മൾ കാണുകയാണ് സംഖ്യാപുസ്തകത്തിനകത്ത് 13-ാമത്തെ അധ്യായത്തിനകത്ത് 16-ാമത്തെ വാക്യം. മോശ നൂൻ്റെ മകനായ ഹോശയായിക്ക് യോശുവ എന്ന് പേരിട്ടു. ഹോശയ എന്ന പേരിൻ്റെ അർത്ഥം രക്ഷ എന്നാണ്. യോശുവ എന്നുള്ള പേരിന് കുറച്ചുകൂടെ അർത്ഥമുണ്ട്, വിശാലമാണ്. യഹോവയാണ് എൻ്റെ രക്ഷകൻ. മറ്റേത് രക്ഷ മാത്രം, മറ്റേ അങ്ങനെയല്ല. യഹോവ രക്ഷയായ മനുഷ്യൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞിന് നിങ്ങൾ അർത്ഥമുള്ള ഒരു പേരിടണം. ബൈബിളിനകത്തെ പേര് തന്നെ വേണമെന്നൊന്നുമില്ല, ഇഷ്ടമുള്ള ഒരു പേരിടാം. ആശിഷ്, തേജസ്, ഇതുപോലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു നല്ല അർത്ഥമുള്ള പേര് ഇടുവാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. വേദപുസ്തകം എടുക്കരുതെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഹല്ലേലൂയ. അവനെപ്പറ്റി ആദ്യം നമ്മൾ കാണുന്നത്, ഒരു യുദ്ധം ഉണ്ടായപ്പോൾ യുദ്ധം നയിക്കാൻ പറഞ്ഞയച്ചപ്പോൾ അവൻ പോയി. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നമുക്കവനെ കാണാം. ഇവിടെ ഞാനിങ്ങനെ വായിക്കട്ടെ. അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു. ആരാണ് അമാലേക്കർ? ഫിലിസ്തീനാണ്. എപ്പോഴും ഫിലിസ്തീർ ദൈവമക്കൾക്ക് എതിരായിരിക്കും. എപ്പോഴും കാരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഉണ്ടാക്കി അവർ യുദ്ധത്തിന് വരും. അവിടെ യുദ്ധം ചെയ്തു. അപ്പോൾ മോശ യോശുവയോട്, നീ ആളുകളെ തിരഞ്ഞെടുത്ത് പുറപ്പെട്ട് അമാലേക്കിനോട് യുദ്ധം ചെയ്യുക. ഞാൻ നാളെ കുന്നിൻ മുകളിൽ ദൈവത്തിൻ്റെ വടി കയ്യിൽ പിടിച്ചുകൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞു. ഇത് ആരുടെ വടിയാ? ദൈവം കൊടുത്തൊന്നുമല്ല, അവൻ എടുത്തുകൊണ്ട് പോയതാ. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിൻ്റെ വടിയായി. ഹല്ലേലൂയ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് വേണ്ടി നിങ്ങൾ സമർപ്പിക്കും അല്ലേ? എൻ്റെയൊക്കെ സമർപ്പണ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവരും കുഞ്ഞുങ്ങളെ. ഞാൻ പ്രാർത്ഥിക്കും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ദൈവം വിളിച്ചാലോ, അത് വേണ്ട, നീ ഡോക്ടറല്ലയോ, നീ പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നീ ഡോക്ടറായിട്ട് ജോലി ചെയ്തിട്ട് 2 പേരെ സപ്പോർട്ട് ചെയ്താൽ മതി. അല്ല, നിങ്ങൾ ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വാഹനം സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട് സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ കൃഷിഭൂമി സമർപ്പിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്ന ഏത്തക്കുളം സമർപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവം ചോദിച്ചാൽ കൊടുക്കാൻ നിങ്ങൾ ബാധ്യസ്ഥനാണ്. ദൈവത്തിൻ്റെ വടിയാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാണ്, ദൈവത്തിൻ്റെ പരിപാടിയാണ്. നിങ്ങളുടെ വീട് വേണം. ഞാൻ പറഞ്ഞത് തോന്നലിനെല്ലാം ചെയ്യണമെന്നല്ല. ഹല്ലേലൂയ. അവനെ ആദ്യം കാണുന്നത് യുദ്ധത്തിന് പോയത്. അവന് യുദ്ധത്തിന് മോശം പറയാ, നീ പോയിട്ട് യുദ്ധം ചെയ്, ഞാൻ കുന്നിൻ്റെ മേളിൽ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുക. യുദ്ധം ചെയ്യുന്നത് തല പോവും, ചത്തുപോയെന്ന് വരും, മുറിവേറ്റെന്ന് വരും. തിരിച്ചു വരുന്ന ഉടനെ ശരീരത്തിനകത്ത് അവിടെ ഇവിടെയൊക്കെ മുറിവുകൾ കാണും കേട്ടോ. ഹല്ലേലൂയ. യോശുവ പറഞ്ഞില്ല, അച്ഛനൊരു കാര്യം ചെയ്യും, ഞാൻ അവിടെ നിന്നോളാം, വടി പിടിച്ചോണ്ട് നിന്നാൽ പറയാം, ഞാൻ അവിടെ നിന്നോളാം. അല്ല, നിന്നെ യോശുവ ആരാണ്? ഏൽപ്പിക്കുന്ന ജോലി അപകടം നിറഞ്ഞതാണെങ്കിലും ചെയ്യാൻ മനസ്സൊരുക്കമുള്ള ഒരു മനുഷ്യൻ. അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ ലീഡർ, ദൈവം നിങ്ങൾക്ക് തരുന്നതായിട്ടുള്ള ജോലി ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരിക്കണം.
എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ പാസ്റ്റർ ജോൺസൺ വർഗീസ്, ബാംഗ്ലൂരിലാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞതിൻ്റെ ടേപ്പ് ഞാൻ കണ്ടു. എനിക്ക് അടുത്തറിയാവുന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു ദിവസം ചർച്ചിലോട്ട് കയറി ചെന്നപ്പം ഒരു സ്ത്രീ അവിടെ ഇങ്ങനെ ചൂലും തൊട്ടിയൊക്കെ പിടിക്കുന്നു, കക്കൂസ് എഴുതുന്ന ചൂലും കൊണ്ട്. അയാൾ ആദ്യമായിട്ട് കാണുക. പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയ്യോ, ഞാനിവിടെ ഉണ്ടായിരുന്നു, ഞാൻ പുറകെ വന്ന് നിൽക്കും. നിങ്ങൾ എന്തോ ജോലി ചെയ്യുന്നത്? ഇവിടെ തൂക്കുമല്ലേ, എന്തോ നിങ്ങളുടെ ജോലി? പറഞ്ഞു, ഞാൻ എയർലൈൻസിലാണ്. ഓ, അപ്പോൾ അയാൾക്ക് മനസ്സിലായി, എയർപോർട്ടിലെ കക്കൂസ് എഴുതുക. അവിടെ എയർലൈൻസ് എന്തോ ചോദിക്കുന്നത്? ഞാൻ അവിടുത്തെ പൈലറ്റായ ഒരു സ്ത്രീ കക്കൂസ് എഴുതുന്നു. നമ്മളും ദൈവം ഏൽപ്പിക്കുന്ന ചൂലേറ്റെടുക്കാൻ. ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൊന്നു വെച്ച് പറഞ്ഞു, വർഗീസ് ബ്രദറിൻ്റെ കൂടെ ഞാൻ സുവിശേഷം പ്രസംഗിക്കാൻ വരികയാണ്. എൻ്റെ ആവശ്യത്തിന് പണം ഉണ്ടായിക്കഴിഞ്ഞു, എനിക്ക് വലിയ പണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ബ്രദറിൻ്റെ കൂടെ വരാം. പക്ഷേ ഒരൊറ്റ കണ്ടീഷൻ, PG വർഗീസിൻ്റെ കൂടെ ഞാൻ പ്രവർത്തിക്കത്തുള്ളൂ, വേറെ ആരുടെയും കൂടെ പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ വിളിച്ചുമില്ല, അദ്ദേഹം വന്നുമില്ല, തീർന്നു അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ. മങ്ങിക്കത്തുന്ന ഒരു ബൾബ് പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം ഏൽപ്പിക്കുന്ന വേല എന്താണോ എവിടെയാണോ അത് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, അവൻ സ്ഥാനപ്പേരിൻ്റെ പുറകെ പോകാത്ത ഒരു മനുഷ്യനാണ്. ഹല്ലേലൂയ. അവൻ യുദ്ധം ജയിച്ചവനാണ്. ആർമി ക്യാപ്റ്റൻ എന്നുള്ള പേരിൻ്റെ പുറകെ ഒന്നും പോയില്ല. പുറപ്പാട് പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം, മോശയും അവൻ്റെ ശുശ്രൂഷക്കാരനും എന്ന് പറഞ്ഞാൽ വേലക്കാരൻ എന്ന് പറഞ്ഞാൽ മിനിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശയുടെ തുണിയൊക്കെ കഴുകി കൊടുക്കുക, ചെരുപ്പൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുക, വളക്കുന്ന സമയത്ത് എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക, വേലക്കാരനായിട്ട്. ഹല്ലേലൂയ. അവൻ വേണമെങ്കിൽ പറയും, ഞാൻ യുദ്ധം ജയിച്ചു വെച്ച് വന്നതല്ലയോ, ഇനി എനിക്കൊരു നല്ല സ്ഥാനപ്പേര് തരണം, അസിസ്റ്റന്റ് പാസ്റ്റർ, അസിസ്റ്റന്റ് അപ്പോസ്തലൻ, PA to മോസസ് എന്നുള്ള പേര്. ഹല്ലേലൂയ. പട്ടാളത്തിലെ ഓഫീസർമാർക്ക്, സെക്കൻഡ് ഓഫീസർമാർക്കും ടോപ്പ് മോസ്റ്റ് ഓഫീസർമാർക്കും സകലർക്കും ഒരു വേലക്കാരുണ്ട്, ഓർഡർലി എന്ന് പറയും. ഇതുപോലെ മോശയുടെ ഓർഡർലി ആയിരുന്നു അവൻ സ്ഥാനപ്പേരിൻ്റെ പുറകെ പോയില്ല. ഏൽപ്പിക്കുന്ന ജോലി നന്നായിട്ട് ചെയ്യുവാൻ ശ്രമിച്ച മനുഷ്യൻ. ഞാനും നീയും സ്ഥാനപ്പേരിൻ്റെ പുറകെ പോകരുത്. സ്ഥാനപ്പേരുണ്ടോ? സ്തോത്രം. സ്ഥാനപ്പേരില്ലയോ? അതിനും സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയാറുണ്ട്, ഐ വിൽ നോട്ട് ചേസ് എ ചെയർ, ദ ചെയർ മസ്റ്റ് ചേസ് മീ. എനിക്ക് എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. വിദേശത്തു നിന്ന് കിട്ടിയിട്ടുണ്ട്, ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ തൂക്കിയിട്ടിരിക്കുകയായിരുന്നു ഓഫീസിൽ. അവസാനം ഇതെല്ലാം കൂടെ തൂക്കി വിറ്റു. കാരണം ഇതെല്ലാം കൂടെ ഇവിടെ വെക്കാൻ സ്ഥലം വേണ്ടായോ? അവാർഡുകൾ, ട്രോഫികൾ. ഹല്ലേലൂയ. ഇതിൻ്റെ ഒന്നും പുറകെ പോകരുത്. ഞാൻ ഇതിനൊന്നിനും വേണ്ടി ആരോടും പറഞ്ഞില്ല എൻ്റെ പേരൊന്ന് പറയണേന്ന്. പറഞ്ഞാൽ കിട്ടുന്ന ഇനിയും ചില സ്ഥാനങ്ങളുണ്ട്, പക്ഷേ ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ല. ലെറ്റ് ദ ചെയർ ചേസ് യു, യു മസ്റ്റ് നോട്ട് ബി ചേസിങ് എ ചെയർ. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, പർവ്വതത്തിൽ കുറേ ഉയരം വരെ, പുറപ്പാട് പുസ്തകം 24-ാം അധ്യായം, മോശയുടെ കൂടെ പോയതാണ്. മോശ 40 ദിവസവും 40 പകലും പർവ്വതത്തിൻ്റെ മുകളിൽ ദൈവത്തോടൊപ്പം. 33-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യം, മോശയുടെ ശുശ്രൂഷക്കാരനായ, ഓർഡർലിയായ, വേലക്കാരനായ നൂൻ്റെ പുത്രനായ യോശുവ എന്ന ബാല്യക്കാരനോ കൂടാരത്തെ വിട്ടുപിരിയാതെ ഇരുന്നു. കൂടാരത്തിൻ്റെ അകത്ത്. ഹല്ലേലൂയ. ഇവിടെ പർവ്വതത്തിൻ്റെ മധ്യത്തിൽ. ഹല്ലേലൂയ. അവൻ മോശയുടെ പിൻഗാമിയായിട്ട് പോയവൻ, യുദ്ധം ചെയ്തവൻ. ഹല്ലേലൂയ. വാഗ്ദത്ത ഭൂമി 2ആയിട്ട് വിഭജിച്ചവൻ. അവനെപ്പറ്റി വേദപുസ്തകത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഏതാനും കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഒന്ന്, ഇനി തുടങ്ങുകയാണ്. അവൻ്റെ ഗുണം, ദൈവമാണ് അവന് വേല ഏൽപ്പിച്ചത്. ചിലർ എൻ്റെയൊക്കെ വന്നു വെച്ച് ഒരിക്കലും ഒരു ചെറുപ്പക്കാരനോട് പ്രവർത്തിക്കാനായിട്ട് വന്നു. അവൻ പ്രവർത്തിച്ചിട്ട് കാര്യം നടക്കുന്നില്ല, പ്രസംഗിച്ചിട്ട് കാര്യങ്ങളൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല. അവൻ എൻ്റെയൊക്കെ വന്നു വെച്ച് പറഞ്ഞു, ദൈവം എന്നെ വിളിച്ച ഇതിനു വേണ്ടിയല്ല, എന്നെ ഒരു 5-6 പേരുടെ ലീഡറാക്കിയാട്ടെ. ഞാനത് എടാ, ഒരു സഭ കൊണ്ട് നടക്കാൻ കഴിവില്ലാത്തവൻ എങ്ങനെയാണ് ലീഡറാകുന്നത്? ദൈവം നിന്നെ വേല ഏൽപ്പിക്കണം. ദൈവം കിട്ടിയിട്ടില്ലയോ? പ്രാർത്ഥിക്കണം, കർത്താവെ എന്നെ വേല ഏൽപ്പിച്ചാട്ടെ. ഒരു സഭ കൊണ്ട് നടക്കാനുള്ള കഴിവ് തരണമേ കർത്താവെ. ഒരു സൺഡേ സ്കൂൾ നടത്താനുള്ള കഴിവ് തരണമേ കർത്താവെ. ഒരു ട്രാക്ട് കൊടുക്കാൻ, ഞാൻ ട്രാക്ട് കൊടുക്കാൻ ഇറങ്ങി തിരിച്ചവനാണ്, പ്രസംഗിക്കാൻ ഇറങ്ങി തിരിച്ചല്ല. എൻ്റെ ആദ്യത്തെ പ്രസംഗം എൻ്റെ മിഷൻ ഫീൽഡിലായിരുന്നു. ബൈബിൾ സ്കൂളിൽ പഠിക്കുന്നവർക്ക് അവസരങ്ങൾ കിട്ടും ബൈബിൾ സ്കൂളിൽ പ്രസംഗിക്കാൻ. എനിക്കതൊന്നും കിട്ടിയില്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ ഏൽപ്പിക്കണം വേല. 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ, യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായ മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തു. ആര് പറഞ്ഞു? ദൈവം പറഞ്ഞു. റേമ, നീയും എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുകയും എന്ന് പറഞ്ഞു. ദൈവത്തിൽ നമുക്കൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടട്ടെ.
ഒരു സംഘടനക്കാർ തരുന്നതല്ല ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ്. വാസ്തവത്തിൽ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് ദൈവം തരുന്നതായിരിക്കണം. ഒന്ന്, ദൈവം അവനെ വേല ഏൽപ്പിച്ചു. രണ്ടാമത്തെ കാര്യം, അവനെ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു വാളൊന്നും കൊടുത്തില്ല, പോയിട്ട് യുദ്ധം ചെയ്താട്ടൊന്നും പറഞ്ഞില്ല, വാളൊന്നും കൊടുത്തില്ല. ഹല്ലേലൂയ. ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. ഒരു ഒട്ടകത്തെ കൊടുത്തില്ല. മാസം തോറും ഞാൻ നിനക്ക് കുറച്ച് രൂപ തരാമെന്ന് പറഞ്ഞില്ല. ഹല്ലേലൂയ. പിന്നെയോ അവന് റേമ കിട്ടി. ഹല്ലേലൂയ. അവന് വേല ഏൽപ്പിച്ചിട്ട് അയക്കുകയാണ്. ഇതാ 9-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിന്റെ ദൈവമായി യഹോവ നീ പോകുന്നിടത്തൊക്കെയും നിന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുതെന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. അത് മതി. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് എവിടെയും പോകാം. ചൈനയിൽ പോകാം, ഹല്ലേലൂയ, മംഗോളിയയിൽ പോകാം, ആഫ്രിക്കയിൽ പോകാം, എവിടെ വേണമെങ്കിലും പോകാം. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കേരളത്തിലെ മലയാളികൾ 4 വർഷത്തേക്കും പോയെങ്കിൽ എത്ര നല്ലതായിരുന്നു. വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, ഹല്ലേലൂയ, ചൈനയിൽ. എല്ലാവർക്കും അമേരിക്ക പോകാൻ ഇഷ്ടമാണ്, ഇംഗ്ലണ്ടിൽ പോകാൻ ഇഷ്ടമാണ്. ഈ ഇടയ്ക്ക് ഒരു പെങ്കൊച്ചൻ്റെയൊക്കെ ഒന്നും വെച്ച് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ, ഞാൻ UK പോവുകയാണ്. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവെ ഈ കൊച്ചു ഉത്തരാഖണ്ഡിലേക്ക് പോവുകയാണ്. അല്ല, പിന്നെ എവിടെ പോകുന്നു? മഞ്ഞ് വീഴുന്ന സ്ഥലത്തോ. ഓ കർത്താവെ ഈ കൊച്ചു സിംലയിലേക്ക് പോവുക. അല്ല, പിന്നെ എവിടെ? അയർലൻഡിലേക്ക് പോകുന്നു, UK പോകുന്നു. ഹല്ലേലൂയ. നാം 4 വർഷത്തേക്കും പോകട്ടെ, സകല സ്ഥലങ്ങളിലേക്കും പോകുവാൻ കർത്താവ് നമുക്ക് കൃപ തരട്ടെ. 5-ാമത്തെ വാക്യം പറയുകയാണ്: മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടും കൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ മോശയോട് പറഞ്ഞു, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകാം. ഇവിടെ യോശുവയോട് പറയുന്നു, മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇതെങ്ങനെ കിട്ടും? ഹല്ലേലൂയ. വലിയ പാസ്റ്റർ തലേ കവിച്ച് പറഞ്ഞാൽ ഒക്കത്തില്ല, പട്ടക്കാരൻ ബിഷപ്പ് പറഞ്ഞാൽ ഒക്കത്തില്ല. ഞാൻ ആരെയും കുറ്റം പറയില്ല, താഴ്ത്തി പറയുകയില്ല. ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, ഉപവാസത്തിലും ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. അതായിരുന്നു അവൻ്റെ ഓർഡിനേഷൻ സർട്ടിഫിക്കറ്റ്, അതായിരുന്നു അവൻ്റെ ബൈബിൾ സ്കൂൾ സർട്ടിഫിക്കറ്റ്. ഏതാ? ദൈവത്തിൻ്റെ ഒരു റേമ. മോശയോടുകൂടി ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. 3-ാമത്തെ കാര്യം, യോശുവയെ മറ്റുള്ളവർ സഹായിച്ചു. 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ യോശുവ ജനത്തിൻ്റെ പ്രമാണികളോട് ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുകയും യോശുവയ്ക്ക് മറ്റുള്ളവരുടെ ആവശ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം പറഞ്ഞു, നിങ്ങൾ യുദ്ധത്തിന് പോകണം. ഹല്ലേലൂയ. ഇനി പറയുന്നു കേട്ടെ, യോശുവയ്ക്ക് മറ്റുള്ളവരെ വേണം, മറ്റുള്ളവർക്ക് യോശുവയെ വേണം. ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. എനിക്ക് കൂട്ടുവേലക്കാരുണ്ട്, എനിക്ക് അവരുണ്ട്, അവരെനിക്കുണ്ട്. ഹല്ലേലൂയ. നിങ്ങളും ആരുടെ കൂടാണോ പ്രവർത്തിക്കുന്നത്? ഞാൻ കൂടുണ്ട് അച്ചായ എന്ന് പറയുവാനിടയായിരുന്നു. പുറകിൽ നിന്ന് കുറ്റം പറയുകയല്ല. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ ഒരു വലിയ ഒരു ബിസിനസ്സുകാരൻ്റെ കാറിനകത്ത് പോവുകയാണ്. ആ ബിസിനസ്സുകാരന് ഇന്ത്യയിൽ ബിസിനസ്സുണ്ട്, ദുബായിൽ ബിസിനസ്സുണ്ട്. ഞാൻ അവരുടെ ഡ്രൈവറുടെയൊക്കെ ചോദിച്ചു, വെറുതെ ചോദിച്ചതാണ് കേട്ടോ, അറിയാനായിട്ട് ചോദിച്ചതാണ്. ഇദ്ദേഹത്തിൻ്റെ ദുബായിൽ എന്തുവാ ബിസിനസ്? എനിക്ക് അറിഞ്ഞുകൂടാ. അറിയാമായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. നിങ്ങളും അതുപോലെ ആയിരിക്കണം. നിങ്ങളുടെ ലീഡറിൻ്റെ കുറ്റം പറയുന്നവരായിത്തീരരുത്. ഹല്ലേലൂയ. ഒരു മനുഷ്യനും നോ ആർക്കിടെക്ട് വിൽ ക്രിട്ടിസൈസ് ഹിസ് ഓൺ പ്രൊഡക്ഷൻ, ഹിസ് ഓൺ വർക്ക്, ഹിസ് ഓൺ സ്ട്രക്ചർ. ഹി വിൽ നോട്ട് ക്രിട്ടിസൈസ്. നിങ്ങൾ ഏത് സഭയിലാണോ ഉൾപ്പെട്ട് നിൽക്കുന്നത് അതിൻ്റെ കുറ്റം പറയുന്നവരായിത്തീരരുത്, അതിനെപ്പറ്റി അസഭ്യം പറയുന്നവരായി തീരരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് പരസ്പരം ആവശ്യമാണ്. ലീഡറിന് മറ്റുള്ളവരുടെ ആവശ്യമുണ്ട്, മറ്റുള്ളവർക്ക് ലീഡറിൻ്റെ ആവശ്യമുണ്ട്. 4-ാമത്തെ കാര്യം, ദൈവം പറയുകയാണ്, വിശ്വാസവും ധൈര്യവും ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വിശ്വാസവും ധൈര്യവും ഉള്ളവർക്ക് മാത്രമേ ദേശം കൈയടക്കാൻ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ചിലരുടെ വന്നു വെച്ച് പറയും, ഞങ്ങളുടെ മോനെ അയക്കാൻ രജിസ്റ്റർ കൊണ്ട് നടക്കണം. പിന്നെ എനിക്കതല്ലേ ജോലി. 100 പേര് വന്നാൽ 100 പേരെയും കൊണ്ട് നടക്കുന്നത്. ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് നടന്നിട്ടില്ല. അവരെല്ലാവരെയും ഞാൻ ലീഡർമാരാക്കി തീർക്കാനാണ് ശ്രമിച്ചത്. അവരെ പറഞ്ഞയക്കുകയാണ്. എൻ്റെ മോൻ കൊച്ചു പയ്യനായിരിക്കും സമയത്ത്, 10 ലോകണം പഠിക്കുന്ന സമയത്തായിരിക്കാം. ഒരാൾ വന്നു, തോമസ് മാത്യു എന്ന് പറഞ്ഞ ഒരാൾ തിരുവനന്തപുരത്ത് വന്ന്, ഞാൻ അദ്ദേഹത്തെയും കൂട്ടി അവനെ അയച്ചു, അയച്ചു. നിങ്ങൾ ലീഡർമാരെ ഉണ്ടാക്കിയെടുക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവർക്ക് ഉറപ്പും ധൈര്യവും കൊടുക്കണം. നിങ്ങൾക്ക് മക്കൾ തരണം. ചിലർക്ക് മക്കൾക്ക് കടയിൽ പോകാൻ പോലും അറിയത്തില്ല, മീൻ വാങ്ങിക്കാൻ പോലും അറിയത്തില്ല. ഒരു പെങ്കൊച്ച് ബാംഗ്ലൂരിലെ കോളേജ് ചെന്നതിന് ശേഷം വീട്ടിലേക്ക് എഴുതി, ഇങ്ങോട്ട് വരുമ്പം 5-6 ഇൻലൻഡും കവറും വാങ്ങിച്ചുകൊണ്ട് വരണം. എനിക്ക് ഇവിടുത്തെ കടയൊന്നും അറിയത്തില്ല, പോസ്റ്റ് ഓഫീസും അറിയത്തില്ല. എന്താ അറിയാഞ്ഞത്? എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? ഹല്ലേലൂയ. ഹല്ലേലൂയ. അവന് റേമ കിട്ടി. ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കുക. എങ്ങനെയാണ് റേമ കിട്ടിയത്? ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാത്തിരിക്കുന്ന സമയത്ത്. ഞാൻ നിങ്ങളുടെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ വർഷത്തിൽ 10 ദിവസം ഉപവാസ പ്രാർത്ഥനയിലിരിക്കും. എന്തിനാ? റേമ കിട്ടാനായിട്ട്. ഹല്ലേലൂയ. ഈ വർഷത്തിലും ഇരിക്കും. ഹല്ലേലൂയ. 10 ദൈവദാസന്മാരെ അല്ല അതിക്കുള്ള ദൈവദാസന്മാരെ വിളിച്ചിട്ട് ഞാൻ പ്രസംഗിപ്പിക്കും. എന്തിനാണ്? ദൈവത്തിന് ശബ്ദം കേൾക്കാൻ. ഈ 10 പേരോ 15 പേരോ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്ത് ഒരാളിൻ്റെ ശബ്ദം മാത്രമായിരിക്കും റേമായിട്ട് എനിക്ക് കിട്ടുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ ആയിരിക്കും. പക്ഷേ റേമ കിട്ടുന്നത് ഒരാളിൽ നിന്നായിരിക്കാം. നമ്മൾ കാത്തിരുന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ കാത്തിരുന്ന് പ്രാപിക്കണം. ഹല്ലേലൂയ. 5-ാമത്തെ കാര്യം, വേഗത്തിൽ പറഞ്ഞു പോയിട്ട് കേൾക്കാതിരിക്കരുത്.
റേമ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പും ധൈര്യമുള്ളവരായിരിക്കാൻ ഒക്കത്തുള്ളൂ. അഞ്ചാമത്തെ കാര്യം, യോശുവ വിശ്വാസത്തിൻ്റെ വചനം മറ്റുള്ളവരോട് പറഞ്ഞു. 1-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് സ്വസ്ഥത നൽകി ഈ ദേശവും തന്നു കഴിഞ്ഞിരിക്കുന്നു. കിട്ടിയിട്ടില്ല, പക്ഷെ പറഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ കൂട്ടുകാരും വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. നിങ്ങളുടെ ലീഡർ നിങ്ങളോട് പറയുന്ന വിശ്വാസവചനം നിങ്ങളും പറയണം. ഇനി ലീഡർമാരുടെയൊക്കെ പറയുകയാണ്, അപ്പനോട് പറയുകയാണ്, വീടിൻ്റെ ലീഡർ അപ്പൻ, സഭയുടെ ലീഡർ പാസ്റ്റർ, സംഘടനയുടെ ലീഡർ ബിഷപ്പ്, ഹല്ലേലൂയ, സീനിയർ പാസ്റ്റർ ആരാണെങ്കിലും ശരി, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വാസം സംസാരിക്കണം. നിങ്ങളുടെ വിശ്വാസം കേൾക്കുന്നവരും വിശ്വാസം പറയണം. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ അവരുടെ ആളുകൾ പറയുകയാണ്, ഒറ്റുകാർ യോശുവയോട്, യഹോവ ദേശമൊക്കെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, നിശ്ചയം ദേശത്തിലെ നിവാസികൾ എല്ലാവരും നമ്മുടെ നിമിത്തം ഉരുകിപ്പോകുന്നു എന്ന് അവർ യോശുവയോട് പറഞ്ഞു. വിശ്വാസത്താൽ അവർ കാണുകയാണ്, വിശ്വാസം പറയുന്നു. വിശ്വാസം, ഫെയ്ത്ത് സ്പീക്സ്. സ്വയം പറയുന്നു, മറ്റുള്ളവരൊക്കെ പറയുന്നു. ഹല്ലേലൂയ. കണ്ണാടികൾ നോക്കിയിട്ട് സ്വയം പറയണം, മറ്റുള്ളവരോട് പറയണം, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കും. എനിക്ക് വയസ്സ് 82 ഞാൻ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കാം? പണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 86 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. ഞാനിപ്പോൾ പറയുകയാണ് 120 വയസ്സ് വരെ ജീവിച്ചിരിക്കാം. ദൈവം 120 നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ പിന്നെ പറയുകയാണ് 120 അല്ല, അബ്രഹാം അത് കടന്നു, ഇസ്ഹാക്ക് അത് കടന്നു, യാക്കോബ് അത് കടന്നു. അങ്ങനെയാണെങ്കിൽ ഞാനും അത് കടന്നെന്ന് വരാം. ദൈവത്തിൻ്റെ അനുഗ്രഹം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും കിട്ടിയതിനേക്കാൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിനകത്ത് പറയുന്നു, അബ്രഹാമിൻ്റെ അനുഗ്രഹം മുഴുവൻ എനിക്കാണെങ്കിൽ ആത്മികമായിട്ടും ഭൗമികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും സമ്പത്തിലുമെല്ലാം എനിക്ക് അബ്രഹാമിൻ്റെ അനുഗ്രഹം കിട്ടുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിശ്വാസം സംസാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ വിശ്വാസത്തിൻ്റെതല്ലാത്തൊരു സംസാരം ഉണ്ടാകരുത്. ഒരു ദിവസം ലില്ലി എൻ്റെ ഇങ്ങനെ സംസാരിച്ചു, ഈ വീട്ടിൽ ഞാൻ പറഞ്ഞു, ലില്ലി അങ്ങനെ പറയരുത്, അതിനകത്തൊരു നെഗറ്റീവ് ശബ്ദമുണ്ട്, ഒരു ധ്വനിയുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ വായിൽ നിന്ന് നെഗറ്റീവായിട്ട്, നിഷേധാത്മകമായിട്ട് ഒരു ശബ്ദം ഉണ്ടാകരുത്, ഒരു ധ്വനി ഉണ്ടാകരുത്. നിങ്ങളുടെ വീട്ടിൽ അനുഗ്രഹമാണ്. എൻ്റെ വീടോ അനുഗ്രഹിക്കപ്പെടാം, എൻ്റെ ശരീരമോ അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ സമ്പത്തോ അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ മക്കളോ അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ സഭയോ അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ ഭൂമിയോ അനുഗ്രഹം പ്രാപിക്കും. 6-ാമത്തെ കാര്യം, അത്ഭുതം നടക്കണമെങ്കിൽ ശുദ്ധീകരണം ആവശ്യമാണ്. 3-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, യോശുവ ജനത്തോട്, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പീൻ, യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അതിശയം പ്രവർത്തിക്കും. ഇന്ന് ശുദ്ധീകരണം, നാളെ അത്ഭുതം. എന്നാൽ മോശയുടെ സമയത്ത്, പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിനകത്ത് ദൈവം മോശയോട് പറയുന്നു, യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കുക. 2 ദിവസം ശുദ്ധീകരണത്തിന്. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണുക സീനായി പർവ്വതത്തിൽ ഇറങ്ങും. 2 ദിവസം ശുദ്ധീകരണം, 3-ാമത്തെ ദിവസം അത്ഭുതം. ഇവിടെ ഒരു ദിവസമേ ഉള്ളൂ. എന്താ കാര്യം? അവരവിടുന്ന് വരുന്ന സമയത്ത് മിസ്രൈമിലെ ഏതെങ്കിലുമൊക്കെ ദേവതകളൊക്കെ ചിലരെങ്കിലും ഒളിച്ചു വെച്ചേക്കും. ഒരു വീട്ടിൽ എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചു. അവരുടെ ഒരു കൊച്ചു രോഗിയായിട്ട്, ഒരു സ്ത്രീ രോഗിയായിട്ട് കിടക്കുകയാണ്, ഗർഭിണിയാണ്, രോഗിയായിട്ട് കിടക്കുകയാണ്. അവരുടെ കട്ടിലയിൽ ഇങ്ങനെ കടത്തിയിരിക്കുകയാണ്. ആ കടത്തിയിരിക്കുന്ന സമയത്ത് ഞാൻ നിന്നുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭിത്തിയിൽ, ഇത് പഴയ കാലത്തെ വീടാണ്, മണ്ണുകൊണ്ടുള്ള വീടാണ്, മണ്ണുകൊണ്ടുള്ള ഭിത്തി, കാശ്മീരിലാണ്. അവിടെ ഭിത്തിയിൽ ഒരു തുണി ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു, ഒരു ചുവന്ന തുണി. ഞാനിതിങ്ങനെ ഒന്ന് പൊക്കി നോക്കിയപ്പോൾ അതിൻ്റെ പുറകിനകത്ത് ഒരു തുണിക്കെട്ടിരിക്കുന്നു. ഞാനതിങ്ങെടുത്തു. ആൾ മീറ്റിംഗ് അടക്കുകയാണ് കേട്ടോ. അവിടെ പറഞ്ഞ് എടുക്കല്ലേ. ഞാൻ പറഞ്ഞൊന്ന് കാണട്ടെ എന്തുവാന്ന് ഇതിനകത്ത്. നോക്കിയപ്പോഴാണ് ഒരു ദേവതയുടെ പടം. ആൾ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ഇരിക്കുന്നത് ദേവതയുടെ പടം. ഞാൻ ചോദിച്ചു, എന്താ? അയ്യോ അത് കളയല്ലേ, അത് ഞങ്ങളുടെ മരുമോള് അവിടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു, അവിടുന്ന് കൊണ്ടുവന്ന ഒരു ദേവത. ഏതെങ്കിലുമൊക്കെ അതുകൊണ്ട് ശുദ്ധീകരണത്തിന് 2 ദിവസം ഓരോരുത്തരും കൂടാരത്തിൽ താമസിക്കുകയാണ്. അവരുടെ കൂടാരം മുഴുവൻ ശുദ്ധീകരിക്കണം. എന്നാൽ യോശുവയുടെ സമയം തോന്നപ്പോൾ അവർ വാഗ്ദത്ത ദേശത്തെത്തിയതിനാൽ പറയുകയാണ്, നിങ്ങൾ ഓരോ ശുദ്ധീകരിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അനുഗ്രഹം കാണുമ്പോൾ ശുദ്ധീകരിക്കണം. ചിലപ്പോൾ സമയമെടുത്ത് ശുദ്ധീകരണം നടത്തണം. ചിലപ്പോൾ സമയം കുറച്ചാണെങ്കിലും വീട്ടിനകത്ത് നോക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് വല്ലതും ഉണ്ടോ? ഫോണിനകത്ത് നോക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കോൺടാക്ട് നമ്പർ ഉണ്ടോ? ഗവൺമെൻറ് പേഴ്സിനകത്ത് നോക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടോ? ശരീരത്തിനകത്ത് നോക്കണം, ഹൃദയത്തിനകത്ത് നോക്കണം, ഫോണിനകത്ത് നോക്കണം, എല്ലായിടത്തും നോക്കണം. നമ്മുടെ സമ്പത്തിനകത്ത് നോക്കണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്തത്, അയൽക്കാരൻ്റെ അതിരുമാന്തി എടുത്തിട്ടുണ്ടോ? പെങ്ങൾ ദുബായിൽ നിന്ന് അയച്ചു തന്ന രൂപ എൻ്റെ പേരിലാക്കിയിട്ടുണ്ടോ? എൻ്റെ സംഘടനയുടെ, എൻ്റെ സഭയുടെ പൈസ എൻ്റെ പോക്കറ്റിനകത്ത് ഒന്നുണ്ടോ? ശുദ്ധീകരണം. ഹല്ലേലൂയ. 7-ാമത്തെ കാര്യം, ഇന്ന് ശുദ്ധീകരണം, നാളെ അനുഗ്രഹം. 7-ാമത്തെ കാര്യം, വചനം ജനം മുഴുവൻ കേൾക്കണം. പാസ്റ്റർ കേട്ടാൽ മാത്രം പോരാ, പട്ടക്കാരൻ കേട്ടാൽ മാത്രം പോരാ, സൺഡേ സ്കൂൾ ടീച്ചർ കേട്ടാൽ മാത്രം പോരാ, സകലരും കേൾക്കണം. 3-ാം അധ്യായം 9-ാമത്തെ വാക്യം, യോശുവ ഇസ്രായേൽ മക്കളോട്, ഇവിടെ വന്ന് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേൾപ്പീൻ. ഹല്ലേലൂയ. നമ്മൾ കേൾപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. വി മസ്റ്റ് ടീച്ച്, വി മസ്റ്റ് പ്രീച്ച്. എന്നിട്ട് അതുപോലെ ജീവിക്കണം.
ഹല്ലേലൂയ. ഒരു കൊച്ചൻ എൻ്റെ വീടിൻ്റെ വാതിൽക്ക് വന്നു. പണ്ട് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊന്ന് കൊച്ചു പിള്ളേരുടെ ഒരു സൈക്കിളുണ്ട്. അവൻ ആ സൈക്കിളിനകത്തോട്ട് കയറിയിരുന്നു. 2 സീറ്റുണ്ട്, മുമ്പിലിരിക്കുന്ന സീറ്റ്, പുറകിലിരിക്കുന്ന സീറ്റ്. കൊച്ചു പിള്ളേരുടെ സൈക്കിള്, ട്രൈസൈക്കിൾ, 3 വീലുള്ള സൈക്കിള്. അതിനകത്തിരുന്നു. എന്നിട്ട് അവൻ വന്നപ്പോൾ അവൻ്റെ പോക്കറ്റിനകത്ത് നിന്ന് ഒരു തീപ്പെട്ടി എടുത്തു. ആ തീപ്പെട്ടിക്കകത്ത് മുഴുവൻ ഉരച്ച കൊള്ളികളാണ്. എന്നിട്ട് അവൻ ഒരു കൊള്ളി എടുത്ത് വായിലോട്ട് വെച്ചു, മറ്റേത് വെച്ച് ഇങ്ങനെ ആയിരിക്കും അപ്പൻ സിഗരറ്റ് വലിക്കുന്നത്. എൻ്റെയും കൊച്ചുനാൾ ഞാനും സിഗരറ്റ് വലിക്കാൻ പഠിച്ചു. എവിടുന്നാണ് പഠിച്ചതാ? എൻ്റെ പപ്പ ചാരു കസേര കിടന്നുകൊണ്ട് ഒരു സിഗരറ്റ് കത്തിച്ചും വെച്ച് വെളിയിലോട്ട് കളയുമ്പോൾ ഞാനതെടുത്ത് വലിച്ചാണ്. എൻ്റെ പപ്പ വിടുന്നത് പോലെ ഉഴുന്നോടെ വിടാൻ ഞാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. എന്താണ് നിങ്ങൾ പഠിപ്പിക്കുന്നത്? നിങ്ങളുടെ ജീവിതം ഒരു മാതൃകയുള്ളതായി തീരട്ടെ. ഭാര്യയെ അടിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ മോൻ്റെ അടുക്ക പറയാനൊക്കെ, മോളുമായിട്ട് പെങ്ങളുമായിട്ട് വഴക്കുണ്ടാക്കാതെ എങ്ങനെ പറയാനൊക്കും? ഹല്ലേലൂയ. അതുകൊണ്ട് ഒരാൾ എൻ്റെ ഒന്നിച്ച് പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ കമ്പ്യൂട്ടറിനകത്ത് എന്ത് കഴിയുമ്പം വേറെ ചില അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. നിങ്ങളുടെ ജീവിത ശൈലി ഒരു മാതൃകയുള്ളതായി തീരട്ടെ. ഹല്ലേലൂയ. യോശുവ പറയുകയാണ്, 8ാമത്തെ കാര്യം, നമ്മുടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. യോശുവ പറയുകയാണ്, 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം, യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാൻ്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. അവരക്കരയ്ക്ക് കിടക്കാൻ പോവാണ്, വാഗ്ദത്തദേശത്ത് കിടക്കാൻ പോവുകയാണ്. അവിടെ ഉറച്ചു നിന്നു. നമ്മൾ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. നിൽക്കുന്നിടത്ത് ഉറച്ചു നിൽക്കണം. ഞാൻ പറഞ്ഞു നിൽക്കുന്നിടത്ത് നിൽക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ നിൽക്കുന്ന ഉറച്ചായിരിക്കണം, ആടി ആയിരിക്കരുത്. ഹല്ലേലൂയ. ഞാങ്ങനെ പോലെ ആയിരുന്നത്. അവർ ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തുകൂടെ തന്നെ അവർ നടന്നുപോയി. യോർദാൻ പിരിഞ്ഞത് ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. പക്ഷേ അതിനേക്കാളും വലിയ അത്ഭുതമാണ് ഈ നനഞ്ഞ മണ്ണ് ഉണങ്ങിയത്. ഞാൻ തീ കത്തിച്ചിട്ടുണ്ട് എൻ്റെ കൊച്ചുനാളിൽ. നനഞ്ഞ മണ്ണ്, നാറ്റിൻ്റെ അവിടെ നനഞ്ഞ മണ്ണിനകത്ത് ഞങ്ങൾ കുറച്ച് നാൾ പുനലൂർ താമസിച്ചു. അതിനപ്പുറത്ത് ഞങ്ങളുടെ പുരയിടത്തിൻ്റെ അപ്പുറത്താണ് ഒരു കൊച്ചു നദി ഒഴുകി പോകുന്നത്. ആറെന്ന് പറയാനൊക്കത്തില്ല, വലിയൊരു തോടെന്ന് പറയാം. അവിടെ ഞാൻ ഒരു ദിവസം ചെന്ന് കഴിയുമ്പോൾ ഒരു അടുപ്പമൊക്കെ കൂട്ടി വെച്ച്, വേറെ ഒരു കൊച്ചു പിള്ളേരായിരിക്കും, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കേട്ടോ, ഞാൻ തീ കത്തിച്ചു. അതിനകത്ത് ഞാൻ ഒരു മുട്ട മുഴുവൻ പുഴുങ്ങി. പക്ഷേ അതിൻ്റെ താഴെ ഉണ്ടായിരുന്ന മണലോ ഉണങ്ങിയില്ല. മുട്ട പുഴുങ്ങി, പക്ഷേ അതിൻ്റെ താഴെയുള്ള മണൽ ഉണങ്ങിയില്ല. ഇതാ ദൈവം വലിയൊരു അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. നനവ് മാറിയതല്ല, അത് ഉണങ്ങിപ്പോയി. അത്ഭുതത്തെ സംശയിക്കരുത്. വേറെ ഏതെങ്കിലും ഒരു പ്രാർത്ഥിച്ചപ്പോൾ ഒരു അത്ഭുതം നടന്നു പറഞ്ഞ് നിങ്ങൾ സംശയിക്കുമോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു സഭയാണെന്ന് വിചാരിച്ചു. ഒരു ബ്രദറുകാരൻ പ്രാർത്ഥിച്ചതാണ്, ഒരു CPM-കാരൻ പ്രാർത്ഥിച്ചതാണ്, അല്ലെങ്കിൽ ഒരു IPC-കാരൻ പ്രാർത്ഥിച്ചതാണ്, അല്ലെങ്കിൽ ഒരു മർത്തോമായിലെ ഒരു ഉപദേശം പ്രാർത്ഥിച്ചതാണ്, അല്ലെങ്കിൽ ഒരു യാക്കോബായിലെ ഉപദേശം പ്രസംഗിച്ചതാണ്, അല്ലെങ്കിൽ ഒരു കത്തോലിക്കിലെ കാരിസ്മാറ്റിക്കാർ പ്രാർത്ഥിച്ചു അത്ഭുതം നടന്നു. സംശയിക്കുമോ? ഇനി പറയുന്നത് കേട്ടാട്ടെ. ഉപദേശത്തെ നിങ്ങൾക്ക് വിശകലനം ചെയ്യാം, പക്ഷേ അത്ഭുതത്തെ സംശയിക്കരുത്, അത് വിശ്വസിക്കുക. ഹല്ലേലൂയ. 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 അത്ഭുതം നടക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. ആണി കൊണ്ട് കുഴിച്ചിട്ട് വെച്ചെടുക്കുന്നവരെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പോക്കറ്റിനകത്ത് ആരാണ്ട് ജപിച്ചു കൊടുത്ത കല്ല് വിട്ടുകൊണ്ട് പ്രവചിക്കുന്നതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. തെറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടാട്ട്, തെറ്റ്. ഹല്ലേലൂയ. നമ്മൾ അത്ഭുതം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഞാൻ ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ, യോശുവായിട്ട് ജീവിക്കുന്ന സമയത്ത് യഹോവ തന്നിട്ടുള്ള വാഗ്ദത്തം നമുക്കുണ്ടെങ്കിൽ ഹല്ലേലൂയ, അത്ഭുതം നടക്കും. ഹല്ലേലൂയ. ഞാൻ തിരുവനന്തപുരത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു അത്ഭുതം നടന്നു. അടുത്ത ദിവസം ഇത് കേട്ട അത്ഭുതം ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കോളേജ് പ്രൊഫസറെ എനിക്കൊന്ന് കാണണം. എനിക്ക് ആ വ്യക്തിയെടുക്കാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. മനസ്സിലാക്കാനല്ല, ചോദ്യം ചെയ്യാൻ. പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കുവാനായിട്ട്. ഞാനൊരിടത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത്, കുവൈറ്റിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഒരാളിൻ്റെ കാല് ചെറുതും ഒരെണ്ണം വലുതുമായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു വെച്ച് കാലിങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കാല് വളർന്നു വന്നു. ഒരിക്കലല്ല, പല പ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. ഇത് കേട്ട വേറൊരാൾ പറയാം, എനിക്കതൊന്ന് കാണണം കേട്ടോ. അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ചോദ്യം ചെയ്യാനായിട്ടുള്ളത്. ഞാൻ പറയുന്നത് കേട്ടാട്ടെ. ഡോണ്ട് ക്വസ്റ്റ്യൻ എ മിറക്കിൾ ഓഫ് ഗോഡ്. വിശ്വസിക്കുക. അതെവിടെ നടന്നാലും വിശ്വസിക്കുക. ഹല്ലേലൂയ. 9ാമത്തെ കാര്യം, 4-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം, യോർദാൻ്റെ നടുവിൽ പുരോഹിതന്മാരുടെ കാൽ ഉറച്ചു നിന്ന സ്ഥലത്ത് നിന്ന് 12 കല്ലെടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് ഈ രാത്രി നിങ്ങൾ പാർക്കുന്ന സ്ഥലത്ത് വെപ്പാൻ കൽപ്പിപ്പീൻ. ഹല്ലേലൂയ. എന്തിനാണ് ഈ കല്ല് കൊണ്ടുവരുന്നത്? ഇതെല്ലാവരും പറയാനല്ലോ, അതാണ്ട് ഞാൻ കല്ല് നിന്ന അല്ല, അടുത്ത തലമുറയ്ക്കൊരു സാക്ഷ്യത്തിനായിട്ട്. എനിക്ക് സാക്ഷ്യം പറയുന്നത് വലിയ ഇഷ്ടമാണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ട്രെയിൻ തിരികെ വന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ക്യാൻസർ രോഗി സൗഖ്യമായി. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കാല് ചെറുതും വലുതുമായിരുന്നത് നേരെയായി തീർന്നു. ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതെന്തിനാണ് പറയുന്നത്? ആളുകളുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട്. എൻ്റെ നാമം മഹത്വത്തിനാണെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കണം. ഭയത്തോടെ പറയുകയാണ് കേട്ടോ. ഹല്ലേലൂയ. ഇത് നമ്മൾ എഴുതി വെക്കണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എഴുതി വെക്കണം. ഒരു ബുക്കിനകത്ത് എഴുതി വെക്കണം.
മക്കൾക്ക് 4 മക്കളുണ്ടെങ്കിൽ 4 ഫോട്ടോ കോപ്പി എടുത്ത് 4 പേർക്കും കൊടുക്കണം. എൻ്റെ ദൈവം ചെയ്താട്ടെ കേട്ടോ. ഒരു പുസ്തകം അടിച്ചു വിതരണേ. നിങ്ങൾക്ക് വേണ്ടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ അപ്പച്ചന് വേണ്ടി ചെയ്ത് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങളുടെ വലിയപ്പച്ചന് വേണ്ടി ചെയ്ത് അറിയാമോ? ഇതെല്ലാം കൂടെ ഒരു പുസ്തകം അച്ചടിച്ചിട്ട് കുറച്ച് വിതരണം ചെയ്യുക. ഞാൻ പറയുന്നത് കേട്ടോ, 100 കോപ്പിയെങ്കിലും അച്ചടിക്കുക. എല്ലാ ബൈബിൾ കോളേജുകളിലേക്ക് ഓരോന്ന് അയച്ചു കൊടുക്കുക. അവർ സൂക്ഷിക്കട്ടെ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലും ആ ബൈബിൾ കോളേജിൽ അവിടെ കിടക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മക്കളോടും പറയണം. എന്താണ് ദൈവം ചെയ്തിട്ട് പറയണം. ഇത് 6-ാമത്തെ വാക്യം. ഇത് നിങ്ങളുടെ ഇടയിൽ ഒരു അടയാളമായിരിക്കണം. ഈ കല്ല് എന്ത് എന്ന് നിങ്ങളുടെ മക്കൾ വരും കാലത്ത് ചോദിക്കുമ്പോൾ യോർദാനിലെ വെള്ളം യഹോവയുടെ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ 2ആയി പിരിഞ്ഞത് നിമിത്തം തന്നെ എന്ന് അവരോട് പറയണം. നിങ്ങളുടെ അത്ഭുതങ്ങളെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. കൊച്ചുമക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അവരുടെ മക്കളോട് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. കഴിയുമ്പോഴൊക്കെ പറയണം, നിങ്ങൾക്ക് ഒരു അത്ഭുതമായിട്ട് ഈ സാക്ഷ്യങ്ങളെ സൂക്ഷിക്കുക. ഞാൻ ഈ പറഞ്ഞ ഒരു ചലഞ്ചായിട്ട് സ്വീകരിച്ചാട്ടെ. ദൈവം നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പന് നിങ്ങളുടെ വലിയപ്പച്ചന് ഏതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എഴുതി വെച്ചാട്ടെ. ഹല്ലേലൂയ. 10-ാമത്തെ കാര്യം, ഹല്ലേലൂയ, നിയമപ്പെട്ടകം ചുമക്കുവാൻ നിശ്ചയിച്ചവർ അത് ചുമക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന പുരോഹിതന്മാർ യോർദാന്റെ നടുവിൽ ഉണങ്ങിയ നിലത്ത് ഉറച്ചു നിന്നു. ഇസ്രായേൽ ജനമൊക്കെയും യോർദാൻ കടന്നു തീരുവോളം ഉണങ്ങിയ നിലത്തൂടെ തന്നെ അവർ നടന്നുപോയി. ഹല്ലേലൂയ. ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു നിയമപ്പെട്ടകമുണ്ട്, അതിനകത്ത് 2 കഴയുണ്ട്. ആ കഴയ്ക്കകത്താണ് അവരെടുത്തുകൊണ്ട് പോകുന്നത്. അവരെടുത്തുകൊണ്ട് പോകുമ്പോൾ 16-ാമത്തെ വാക്യം. യഹോവ യോശുവയോട് സാക്ഷ്യം പെട്ടകം ചുമന്ന പുരോഹിതന്മാരോട് യോർദാനിൽ നിന്ന് കയറുവാൻ കൽപ്പിക്കാമെന്ന് വെച്ച് അവർ കടന്നു പോകാൻ എത്ര സമയം എടുത്ത് കാണും? 2, 3, 4, 5, 6, 7, 8, 9, 10 മണിക്കൂർ എടുത്ത് കാണും. വലിയൊരു ജനസമൂഹമാണ്. ഏകദേശം 30-40 ലക്ഷം പേരുണ്ട്. കുറച്ച് ചിലർ പറയും 30, ചിലർ പറയും 40 പറയും. നമുക്ക് 35 ആക്കാം, രണ്ടിൻ്റെ ഇടയ്ക്കാക്കാം. 35 ലക്ഷം പേര് ഏകദേശം 1 കിലോമീറ്റർ വീതിയുള്ള ഒരു റോഡിലൂടെ നടന്നു പോയി കഴിയാൻ 4-5 മണിക്കൂർ എടുക്കാം. ഇത്രയും നേരം അവർക്ക് അനങ്ങാനൊക്കത്തില്ല. അവർ നിൽക്കുകയാണ്. അവരുടെ കാല് നൊന്ത് കാണാം. നിങ്ങൾ നിന്ന് നോക്കിയാട്ടെ. കുറച്ച് നേരം ഒരിടത്ത് നിന്ന് കഴിഞ്ഞാൽ പോലും കാലനങ്ങാം. അവർക്ക് അനങ്ങാനൊക്കത്തില്ല. ബാക്കിയുള്ളവർക്ക് അനങ്ങാം, ബാക്കിയുള്ളവർക്ക് പോയി ഇരിക്കാം, ബാക്കിയുള്ളവർക്ക് ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കാം. എനിക്ക് നടക്കുമ്പോൾ ക്ഷീണിക്കത്തില്ല, പക്ഷേ ഒരിടത്ത് മാത്രം നിൽക്കുവാണെങ്കിൽ ക്ഷണിക്കും. ഞാൻ പട്ടാളത്തിൽ നിന്നിട്ടുണ്ട്. അറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കണം. കമാൻഡിങ് ഓഫീസർ പരിശോധനയ്ക്ക് വന്നതായിരിക്കാം. അയാൾ നടന്നു പോയി കഴിഞ്ഞാൽ ഏകദേശം 10 മിനിറ്റ് എടുത്തെന്ന് വരാം. പക്ഷേ നിങ്ങൾക്ക് അനങ്ങാൻ പാടില്ല. ഹല്ലേലൂയ. കാല് നോവും തോളും നോവും, പക്ഷേ അവർക്ക് അനങ്ങാൻ സാധ്യമല്ല. മറ്റുള്ളവർക്ക് അനങ്ങാം, മറ്റുള്ളവർക്ക് ഇരിക്കാം, മറ്റുള്ളവർക്ക് ശരീരം അനക്കാം, മറ്റുള്ളവർക്ക് നടക്കാം. ഞങ്ങൾ പട്ടാളത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ ബൂട്ട്സാണ് ഇടുന്നത്, ഷൂസല്ല ബൂട്ട്സാണ്. അതിനകത്ത് നിൽക്കുന്ന സമയത്ത് അഥവാ ശരീരത്തിന് ക്ഷീണം തോന്നിയാൽ, തല കറങ്ങുന്നെന്ന് തോന്നിയാൽ വിരൽ മാത്രം അനക്കാം, അനക്കാൻ പാടില്ല. അനങ്ങിപ്പോയ പണിഷ്മെന്റ് കിട്ടും. ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്ക് അനങ്ങാം, ബാക്കിയുള്ളവർക്ക് ഇരിക്കാം, പക്ഷേ പെട്ടകം ചുമക്കുന്ന എനിക്കും നിനക്കും പലതും ചെയ്യാൻ സാധ്യമല്ല കേട്ടോ. ദൈവദാസന്മാർ ശ്രദ്ധിക്കണം, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവർക്ക് ചെയ്യാം, നിനക്കത് ചെയ്യാൻ പാടില്ല. ദൈവവേല നോവും, ഇട്ടിട്ട് പോകാൻ തോന്നും. ഹല്ലേലൂയ. ചിലർ പറയും, ഇത് കാണുന്നത് ചിലപ്പോഴേ യോശുവ അവർക്ക് വല്ലൊരു കാറോ എല്ലാം കൊടുക്കുന്നുണ്ടായിരിക്കും, ഒരു ഒട്ടകത്തെങ്കിലും കൊടുക്കുമായിരിക്കും കേട്ടോ. കുറച്ച് രൂപയെങ്കിലും കുറച്ച് സ്വർണ്ണമെങ്കിലും കൊടുക്കാതിരിക്കാൻ ആളുകൾ തെറ്റിദ്ധരിക്കുക. ഞാൻ സുവിശേഷത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്റ്റർക്ക് പോലും സംശയം ഉണ്ടായി. കാരണം ഗവൺമെൻറ് ജോലി അന്നത്തെ കാലത്ത് ആരും വിടത്തില്ല. ജോലി പട്ടാളത്തിൽ കയറാനായിട്ട് പോലും അന്ന് 10,000 രൂപ 6,000 രൂപയൊക്കെ കൈക്കൂലി കൊടുക്കുന്ന കാലമാണ്. അന്നത്തെ കാലത്ത് വലിയ വിലയാണ്, വലിയ വിലയാണ്. 1 രൂപയുള്ള 1 ലിറ്റർ പാലിന്. ആ കാലത്ത് പറഞ്ഞു, ഞാൻ ജോലി രാജിവെക്കുന്ന സമയത്ത് 1 ലിറ്റർ പാലിന് 2 രൂപയാണ്. അന്ന് എൻ്റെ പാസ്റ്റർക്ക് പോലും ഒരു വിചാരം ഉണ്ടായിരുന്നു, ഇത് പോർണിലേക്ക് അങ്ങനെ പോകാനുള്ള നോട്ടത്തിനാണോ എന്ന്. ഹല്ലേലൂയ. ചിലർ പറയും, എനിക്ക് PG പരീക്ഷ ഒത്തിരി സ്വത്തങ്ങാണ്ട് നാട്ടിലുണ്ട്, ഒരു തോട്ടമുണ്ട്. ഒരാൾ പറഞ്ഞു, സ്വിസ് ബാങ്കിലാണ് രൂപ ഇട്ടിരിക്കുന്നത്, അതുകൊണ്ട് ആർക്കും മനസ്സിലാകാത്തത്. ഹല്ലേലൂയ. ഒരിക്കൽ ഷാർജയിൽ വെച്ച് എന്നെപ്പറ്റി ഒരാൾ പറഞ്ഞ പരാതി മറ്റുള്ളവർ പറഞ്ഞ് ഞാൻ പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. ഹല്ലേലൂയ. നിനക്കും വേദന ഉണ്ടായെന്ന് വരും, ഇട്ടിട്ട് പോകാൻ നിനക്ക് തോന്നിയെന്ന് വരും. ബാക്കിയുള്ളവർക്ക് ഇട്ടിട്ട് പോകാൻ, പക്ഷെ നിനക്ക് ഇട്ടിട്ട് പോകാനൊക്കത്തില്ല കേട്ടോ. ദൈവത്തിന് നിയമപ്പെട്ടകം ഈ വേദപുസ്തകം എടുത്തു നോക്കാൻ ദൈവം നിന്നെ കേൾപ്പിച്ചിരിക്കുകയാണോ? ഇത് ഇട്ടിട്ട് പോകാനൊക്കത്തില്ല. ഒരിക്കൽ 1995 ഞാൻ ഡൽഹിയിൽ വെച്ച് ബിഷപ്പുമാരുടെ ഒരു മീറ്റിംഗ് നടത്തി. ബിഷപ്പുമാർ എന്ന് പറഞ്ഞാൽ കത്തോലിക്കരെ താക്കല സഭകളിലെയും അസംബ്ലീസ് ഓഫ് ഗോഡിലെ IPCയിലെ എല്ലാവരുടെയും ബിഷപ്പുമാരുടെ മീറ്റിംഗ് നടത്തുകയാണ്. ഏകദേശം 170 പേരോളം വന്നു. എനിക്ക് ശരിയായിട്ട് നമ്പർ ഓർമ്മയില്ല. ഹല്ലേലൂയ. ഞാൻ എല്ലാ ലീഡർമാർക്കും കത്തയച്ചു. ടോപ്പ് ലീഡർ മാത്രമേ ഉള്ളൂ കത്തയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മണക്കാലയിൽ നിന്ന്, അടൂരിനടുത്തൊരു സ്ഥലമാണ് മണക്കാല, അവിടുത്തെ ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ സ്ഥാപകൻ TG കോശി, പാസ്റ്റർ TG കോശി, അദ്ദേഹം എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, വർഗീസേ, ഞാൻ മറുപടി അയക്കാൻ താമസിച്ചു പോയി. നിങ്ങളുടെ കോട്ട എല്ലാം തികഞ്ഞെങ്കിലും എനിക്കിവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, വരട്ടെ. ഞാൻ പറഞ്ഞു, അയ്യോ, കോട്ട എത്ര തികഞ്ഞാലും പാസ്റ്റർ ഒന്നാ എടുക്കാം അല്ലേ, എനിക്ക് ബഹുമാനമുള്ളൊരു ദൈവദാസനാണ്. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും വന്നാട്ടെ. അദ്ദേഹം ഫ്ലൈ ചെയ്ത് വന്നവർക്ക് എല്ലാവർക്കും ഫ്ലൈറ്റ് ടിക്കറ്റ് കൊടുത്തായിരുന്നു.
അദ്ദേഹം സ്വന്തം ചെലവിൽ ഫ്ലൈ ചെയ്ത് വന്നു. ഏറ്റവും പുറകിലിരുന്ന് മുമ്പിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം ഇരുന്നില്ല. അദ്ദേഹം നിരാശനായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജിൽ ബഹളമുണ്ടായി, ആളുകൾ സ്ട്രൈക്ക് ചെയ്തു. ആ സ്ട്രൈക്കിന് മുൻകൈ എടുത്തതെല്ലാം വലിയ പാസ്റ്റർമാരുടെ മക്കളായിരുന്നുള്ളൂ അദ്ദേഹത്തെ വേദനിപ്പിച്ച്. അദ്ദേഹം വിചാരിച്ചു, ഇനി ഞാൻ ബൈബിൾ കോളേജ് നടത്തുന്നില്ല, നടത്തിയാലും കുറച്ച് പാവപ്പെട്ട പിള്ളേർ മതി, എനിക്കിതിനപ്പുറത്തൊന്നും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം നിരാശനായിരുന്നു. ദൈവവേലക്കാർക്ക് നിരാശനായി തീരും. അവരുടെ കാല് നോവും, അവരുടെ തോള് നോവും, അവർക്ക് അനങ്ങാൻ തോന്നും, പക്ഷെ അനങ്ങാനൊക്കത്തില്ല, എന്ത് വേണം അറിയത്തില്ല. അദ്ദേഹം അവിടെ വന്നിരുന്നു. ജോൺ ഓസ്റ്റിൻ എന്ന് പറഞ്ഞ ദൈവദാസൻ 5 ദിവസം ക്ലാസ് എടുക്കുകയായിരുന്നു ബിഷപ്പുമാർക്ക്. അദ്ദേഹം ഇങ്ങനെ ഒരു സെൻറ്റൻസ് പറഞ്ഞു. ടി ജി കോശി അത് കഴിഞ്ഞ് വെച്ച എന്നെ മീറ്റിങ്ങിന് വിളിച്ചു, കൺവെൻഷൻ നടത്തിയപ്പോൾ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, അന്ന് അവിടെ പോയപ്പോൾ ജോൺ ഓസ്റ്റിൻ പറഞ്ഞ ഒരൊറ്റ വാചകം അദ്ദേഹത്തിന് രോമാഞ്ചം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം പുനഃസ്ഥാപിക്കപ്പെട്ടു, ശുശ്രൂഷ പുനഃസ്ഥാപിക്കപ്പെട്ടു. ജോൺ ഓസ്റ്റിൻ ഇങ്ങനെ പറഞ്ഞു, യേശുക്രിസ്തുവിന് വേണ്ടി ഒരു കുരിശുണ്ടായിരുന്നു, അത് വേറെ ആർക്കും ചുമക്കുവാൻ സാധ്യമല്ല, യേശു മാത്രമേ എടുക്കാൻ സാധിക്കത്തുള്ളൂ. നിങ്ങൾക്കും ദൈവം ഒരു കുരിശ് തന്നിട്ടുണ്ടോ, അതെടുത്തേ പറ്റത്തുള്ളൂ. എൻ്റെ സന്ദേശം നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഒരു കുരിശുണ്ട്. നിങ്ങൾ സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കാം, ഒരു വീടിൻ്റെ അപ്പനായിരിക്കാം, ഒരു വീടിൻ്റെ അമ്മയായിരിക്കാം, നിങ്ങൾ ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് വേണ്ടി ഒരു കുരിശ് ദൈവം വെച്ചിട്ടുണ്ട്. അത് വേറെ ആർക്കും ചുമക്കുവാൻ സാധ്യമല്ല. പാസ്റ്ററാണെങ്കിലും ബിഷപ്പാണെങ്കിലും ഹല്ലേലൂയ ആരാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. അത് നിങ്ങൾ വഹിച്ചേ ഒക്കത്തുള്ളൂ. നിയമപ്പെട്ടകം ചുമക്കുവാൻ നിശ്ചയിച്ചവർ തന്നെ ആ നിയമപ്പെട്ടകം ചുമക്കണം. 11ാമത്തെ കാര്യം, ചെയ്യുവാനുള്ളത് വേഗത്തിൽ ചെയ്യണം. 4-ാം അധ്യായം 10-ാമത്തെ വാക്യം, ജനം വേഗത്തിൽ മറുകര കടന്നു. ഹല്ലേലൂയ. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റു എന്ന് കാണുന്നുണ്ട്. മകനെ ബലിയെ യാഗം കഴിക്കാനായിട്ട് അതിരാവിലെ. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് അതിരാവിലെ ചെയ്യണം. എലിയാസർ അവൻ ചെയ്തു, വേഗത്തിൽ ചെയ്തു. ഹല്ലേലൂയ. ബൈബിളിനകത്ത് വേദപുസ്തകത്തിനകത്ത് സകല ഹീറോകളും ഹല്ലേലൂയ അതിവേഗം അനുസരിക്കുന്നവരായിരുന്നു. താമസിച്ച് അനുസരിക്കുന്നവനൊന്നും കിട്ടാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ദൈവം പറഞ്ഞത് അനുസരിക്കാൻ, ഏതെങ്കിലും ദൈവം പറഞ്ഞിട്ടുണ്ടോ, അനുസരിക്കണം കേട്ടോ. വേഗത്തിൽ അനുസരിക്കണം. ഹല്ലേലൂയ. ഓടി നടന്ന് വേല ചെയ്യിക്കുന്നവരായിരിക്കണം. എലിയാസർ ഓടി, റിബേക്ക ഓടി. 24-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിനകത്ത് 3 പേരെ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നുണ്ട്. എലിയാസർ, ഹല്ലേലൂയ, പേര് പറഞ്ഞിട്ടുള്ള അബ്രഹാമിന്റെ ദാസൻ എലിയാസർ, ഹല്ലേലൂയ. തീർന്നില്ല, റിബേക്ക, ഹല്ലേലൂയ, ലാബാൻ, അവർ 3 പേര് ഓടി. ഹല്ലേലൂയ. നിങ്ങൾ ഓടുന്നവരായിരിക്കണം. വയസ്സനായ അബ്രഹാം ഓടി എന്ന് വേദപുസ്തകത്തിനകത്ത് പറയുന്നു. ഏലിയാവ് ഉടനെ അനുസരിച്ചു, എലീഷ ഓടി, യാക്കോബ് ഓടി. നമ്മളെല്ലാവരും ഓടി നടന്ന് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കുന്നവരായിരിക്കണം. ദൈവം മടിയന്മാരെ വെറുക്കുന്നു. സംശയമുണ്ടോ? സദൃശവാക്യം പുസ്തകം വായിക്കണം കേട്ടോ. ഓരോ അധ്യായം ഓരോ ദിവസം വായിച്ചാൽ അവൻ മടിയന്മാരെ വെറുക്കുന്നു, അവൻ സുഖിയന്മാരെ വെറുക്കുന്നു. ഹല്ലേലൂയ. പലരും സംഘടന തുടങ്ങുന്നു, പക്ഷേ അവരുടെ 2ാം തലമുറക്കാർ, ചിലപ്പോൾ മക്കളായിരിക്കാം, കൊച്ചുമക്കളായിരിക്കാം, മരുമക്കളായിരിക്കാം, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തവരായിരിക്കാം, അവരുടെ കാലത്ത് അത് മുരടിക്കുന്നു. 3ാമത്തേത് അതിലും മുരടിക്കുന്നു, പിന്നത്തേത് മുരടിച്ചു പോകുന്നു. എന്താ കാര്യം? ഹല്ലേലൂയ. സ്ഥാപകൻ ത്യാഗം സഹിച്ചവനായിരുന്നു, അവൻ കഠിനാധ്വാനിയായിരുന്നു. എന്നാൽ 2ാം തലമുറക്കാരൻ ട്രെയിനിനകത്ത് ബസ്സിന് പോകേണ്ടിയതിന് വരും ടാക്സി പോകുന്നു, ടാക്സി പോകേണ്ടിയതിന് വരും സ്വന്തം കാറാകുന്നു. അത് സ്വന്തം കാറും സാധാരണ കാറൊന്നും പാടില്ല കേട്ടോ. 25 ലക്ഷമോ 30 ലക്ഷമോ 40 ലക്ഷമോ 50 ലക്ഷമോ 1 കോടിയോ 2 കോടിയോ ഒക്കെ വലിയ കാറായിരിക്കണമെന്ന് നിർബന്ധമാണ്. ട്രെയിനിനകത്ത് പോകേണ്ടിയതിന് വിമാനത്തിനകത്ത് പോകുന്നു. ഹല്ലേലൂയ. താമസിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിൽ, ലോഡ്ജിലല്ല, 5 സ്റ്റാർ ഹോട്ടലിൽ. വീടുണ്ടെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ. ആഹാരം കഴിക്കുന്നത് 5 സ്റ്റാർ ഹോട്ടലിനകത്ത്. വില കൂടിയ വസ്ത്രം ധരിക്കുന്നു. വേലക്കാരുടെ ഒരു നിരയുണ്ട്. ഞാൻ പണങ്ങല്ലേ ഒരു ദൈവദാസൻ്റെ വീട്ടിലോട്ട് ഞാൻ കയറി ചെല്ലുകയാണ്. ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്ത് വെച്ച് കയറി ചെല്ലുകയാണ്. കേരളത്തിൽ മുറ്റത്ത് 5 കാറ് നിൽക്കുന്നു, വില കൂടിയ കാറ്. 25 ലക്ഷത്തിൽ കുറഞ്ഞ ഒരു കാറുമില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ സഹോദര, തെറ്റാണ് കേട്ടോ. ഹല്ലേലൂയ, തെറ്റാണത്. ഹല്ലേലൂയ. സാധാരണ കാർ എന്തുകൊണ്ട് നമുക്ക് വാങ്ങിക്കൂടാ? നല്ല കാർ വേണം, എനിക്കറിയാം. പക്ഷേ ഈ 1 കോടി രൂപയുടെ കാറിൻ്റെ ആവശ്യമുണ്ടോ? 50 ലക്ഷം രൂപയുടെ കാറിൻ്റെ ആവശ്യമുണ്ടോ? സരള ജീവിതം നിങ്ങളുടെ ജീവിതശൈലിയായിട്ട് മാറട്ടെ. ഓടി നടന്ന് വേല ചെയ്യണം, ഓടി നടന്ന് വേല ചെയ്യണം. 12ാമത്തെ കാര്യം, ഒരു ക്രിയേറ്റീവ് മിറക്കിൾ നടന്നാൽ, ഒരു യഥാർത്ഥ അത്ഭുതം നടന്നാൽ, സാധാരണമല്ലാത്ത ആരും ചലഞ്ച് ചെയ്യാനൊക്കാത്തതായിട്ടുള്ള ഒരത്ഭുതം നടന്നാൽ ജനശ്രദ്ധയെ ആകർഷിക്കുന്നു, ആളുകൾക്ക് ദൈവഭയം ഉണ്ടാകുന്നു. 5-ാം അധ്യായം 1-ാമത്തെ വാക്യം, ഇസ്രായേൽ മക്കൾ ഇക്കരെ കടപ്പാൻ തക്കവണ്ണം യഹോവ അവരുടെ മുമ്പിൽ യോർദാനിലെ വെള്ളം വറ്റിച്ചു കളഞ്ഞു എന്ന് യോർദാന്റെ പടിഞ്ഞാറേ ഭാഗത്തുള്ള അമോരിയ രാജാക്കന്മാരൊക്കെയും കേട്ടപ്പോൾ അവരുടെ ഹൃദയം ഉരുകി. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അവരിൽ അശേഷം ചൈതന്യമില്ലാതെയായി തീർന്നു. ഹല്ലേലൂയ. സാമൂഹിക പ്രവർത്തനം കൊണ്ടല്ല,
പർവ്വത പ്രസംഗം കൊണ്ടുമല്ല, ക്രൂസൈഡ് കൊണ്ടുമല്ല, വലിയ കെട്ടിടം കൊണ്ടുമല്ല, ഹല്ലേലൂയ, വലിയ പള്ളി കൊണ്ടുമല്ല, ഇവയൊക്കെ വേണം. ഞാൻ പറഞ്ഞില്ല വേണ്ടാന്ന്. ഒരു മഹാത്ഭുതം നടന്നാൽ ഒരു ഗ്രേറ്റസ്റ്റ് പബ്ലിസിറ്റി ആയിരിക്കും. ഒരു മഹാത്ഭുതകമായ ഒരു പബ്ലിസിറ്റി ആയിരിക്കും. ഓറൽ റോബർട്ട്സ് എന്ന് പറഞ്ഞ ദൈവദാസനെ പറ്റി ആസ്ട്രേലിയയിലുള്ള ഒരു അപ്പോസ്തലൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാണ്. വർഗീസ് ഓറൽ റോബർട്ട്സ് ആസ്ട്രേലിയയിൽ വന്ന സമയത്ത് ഞാനും അദ്ദേഹവും ഒരു ദിവസം പോയി. 3 മണിയായപ്പോൾ ചെന്നപ്പോഴേ ടെൻറ്റ് നിറഞ്ഞിരുന്നു. വൈകിട്ട് അദ്ദേഹം വരുന്ന ഓറൽ റോബർട്ട്സ് വരുന്ന 6:30-ക്കാണ്. പറഞ്ഞ 3 മണിയായപ്പോൾ ടെൻറ്റ് നിറഞ്ഞു. ആ ടെൻറ്റിനകത്തിരിക്കുന്നവരൊക്കെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം, ഒരു റിയൽ ക്രിയേറ്റീവ്. കാരണം ആരാണ്? ഓറൽ റോബർട്ട്സ് പ്രാർത്ഥിക്കുന്ന സമയത്ത് അത്ഭുതം നടക്കുന്നു. കാലില്ലാത്തവർ കൈ അനക്കാൻ വയ്യാത്തവർ കൈ അനക്കുന്നു. ഒരു കൊച്ചൻ്റെ കാല് 6 ഇഞ്ച് ചെറുതായിരുന്നു. 6 ഇഞ്ച് ചെറുതായിരുന്നു. അവൻ്റെ കാല് വലുതായി, മറ്റേ കാലിനോടൊപ്പം ആയിത്തീർന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കണം, കർത്താവേ, എൻ്റെ ശുശ്രൂഷകൾ, നിങ്ങൾ കത്തോലിക്കരായിരിക്കാം, നിങ്ങൾ യാക്കോബക്കാരായിരിക്കാം, നിങ്ങൾ ഓർത്തഡോക്സുകാരായിരിക്കാം, മർത്തോമക്കാരായിരിക്കാം, ഇവാഞ്ചലിക്കലുകാരായിരിക്കാം, ബ്രദറുകാരായിരിക്കാം, ബന്ധുക്കോസുകാരായിരിക്കാം, പ്രാർത്ഥിക്കണം, കർത്താവേ, ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേറ്റീവ് മിറക്കിൾ എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് നടക്കട്ടെ. ഹല്ലേലൂയ. ഇന്ത്യയിൽ വാസ്തവത്തിൽ ഒരു സൂപ്പർ നാച്ചുറൽ ക്രിയേറ്റീവ് മിറക്കിൾ നടത്തിയത് DGS ദിനകരൻ അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതൊരു സർവ്വസാധാരണമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ക്രൂസൈഡുകളിൽ അത്ഭുതങ്ങളുടെ ഒരു പ്രവാഹമായിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇനിയും DGS ദിനകരൻ ഓരോ സ്റ്റേറ്റിലും ഉണ്ടാകട്ടെ. ഓരോ സ്റ്റേറ്റിലും പല DGS ദിനകരന്മാർ ഉണ്ടാകട്ടെ. ക്രിയേറ്റീവ് മിറക്കിൾസ്. അത് മാത്രമേ നമുക്ക് ജനശ്രദ്ധയെ പിടിച്ചെടുക്കുവാൻ സാധിക്കത്തുള്ളൂ. 13-ാമത്തെ കാര്യം, രണ്ടാമതും പരിച്ഛേദന എന്ന കർമ്മം നടത്തി. 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, യഹോവ യോശുവയോട് തീക്കല്ലുകൊണ്ട് കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുക എന്ന് കൽപ്പിച്ചു. 4-ാമത്തെ വാക്യം, യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കളെല്ലാവരും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. മരുഭൂമിയിൽ വെച്ച് പ്രയാണത്തിൽ ജനിച്ചവരിൽ ആരെയും പരിച്ഛേദന ചെയ്തിരുന്നില്ല. പരിച്ഛേദന ഏക്കാതിരുന്ന കുറേ പേരിടയ്ക്കുണ്ടായിരുന്നു. പരിച്ഛേദന 8-ാം ദിവസം എടുക്കണമെന്നാണ് നിയമം. അവർ യാത്ര ചെയ്തത് കൊണ്ടാകാം, കാരണം പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ ഒത്തിരി ദിവസം നടക്കാനൊക്കത്തില്ല, അതുകൊണ്ടായിരിക്കാം. ഏതായാലും പരിച്ഛേദന ഏക്കാത്തവരുണ്ടായിരുന്നു. ഇപ്പോൾ താമസിച്ചു പോയി. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, താമസിച്ച് പരിച്ഛേദന ഏറ്റാൽ നോവും. എന്താണ് പരിച്ഛേദന? തൊലി വട്ടത്തിൽ മുറിച്ചു മാറ്റുകയാണ്. ആവശ്യമില്ലാത്ത തൊലി, ദൈവം പറയുന്നതായിട്ടുള്ള തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8-ാമത്തെ ദിവസം ചെയ്താൽ പഴുക്കത്തില്ല. 8-ാമത്തെ ദിവസം പരിച്ഛേദന ഏറ്റു കഴിഞ്ഞാൽ, എന്തെങ്കിലും സർജറി നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും സെപ്റ്റിക് ആകത്തില്ല. പക്ഷേ ഇവിടെ 8-ാമത്തെ ദിവസം ചെയ്യാതിരുന്നത് കൊണ്ട് ആളുകൾക്ക് 10 വയസ്സായി, 15 വയസ്സായി, 30 വയസ്സായി, 50 വയസ്സായി, ചെറുപ്പക്കാരാണ്. അവരുടെ എല്ലാം പരിച്ഛേദന കൊടുത്തു. അവർക്കെല്ലാം നോവും. ഹല്ലേലൂയ. ഇനി പറയുന്നത് കേട്ടാട്ടെ, താമസിച്ചാൽ നിന്റെ കുഞ്ഞിനും നോവും. അതുകൊണ്ട് പറയുമ്പോൾ ദൈവം അനുസരിക്കണം. ഹല്ലേലൂയ. മോശയുടെ അമ്മ, മോശയുടെ ഭാര്യ, മോശയുടെ മകനെ പരിച്ഛേദന ഏൽപ്പിച്ചത് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിനകത്ത് നമ്മൾ കാണുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് അവന് എത്ര വയസ്സുണ്ട്? ഏകദേശം 10-20 വയസ്സുണ്ട്. 17 വയസ്സിന് മേളുണ്ട്. ആ ചെറുപ്പക്കാരൻ അമ്മ അവൻ്റെ സന്തോഷോത്പാദനം അവൻ്റെ ലിംഗത്തിൽ പിടിച്ച്, അമ്മയ്ക്ക് ലജ്ജ വന്നു, മകന് ലജ്ജ വന്നു. ലജ്ജിക്കാനിടയായി തീരരുത് കേട്ടോ. ഹല്ലേലൂയ. ദൈവം പറയുമ്പോൾ 8-ാമത്തെ ദിവസം ചെയ്യേണ്ടിയായിരുന്നു, അവിടെ ചെയ്തില്ല. ഇപ്പം താമസിച്ച് ചെയ്തുകൊണ്ട് മാത്രമല്ല, അവന് നൊന്തു, അവൻ ഇനി അനങ്ങാനൊക്കത്തില്ല, അവന് മൂത്രമൊഴിക്കുമെന്നോ ഞാൻ തുറന്നു പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് താമസിച്ചനുസരിച്ചാൽ നിന്റെ കുഞ്ഞിന് നോവും, നിനക്ക് ലജ്ജയുണ്ടാകും. ഹല്ലേലൂയ. അതുകൊണ്ട് കുഞ്ഞിന് നോവാതെ ഇരിക്കുവാൻ ദൈവം പറയുന്ന സമയത്ത് തന്നെ അനുസരിക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവം പറയാണ്, അനുസരിക്കാൻ വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട്. ശുദ്ധീകരണത്തിന് ചില കാര്യങ്ങൾ വിട്ടുപോയോ? ആരോടെങ്കിലും ക്ഷമ ചോദിക്കാൻ പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കാതെ ഇരുന്നു? ആരോടെങ്കിലും എന്തെങ്കിലും കൊടുത്തു തീർക്കാൻ പറഞ്ഞിട്ടുള്ളൂ, കൊടുത്തു തീർക്കാതെ ഇരുന്നിട്ടുണ്ടോ? ആരുടെയെങ്കിലും രൂപ, ആരുടെയെങ്കിലും പേന, ആരുടെയെങ്കിലും ഒരു പുസ്തകം, ആരുടെയെങ്കിലും ഒരു വീഡിയോ ടേപ്പ്, ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ, ഏതെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കാനുണ്ടെങ്കിൽ കൊടുത്തു തീർക്കണം. രണ്ടാമതും പരിച്ഛേദന മുഴുവനും അനുസരിക്കുന്നതാണ് യഥാർത്ഥ അനുസരണം. 14-ാമത്തെ കാര്യം, ശുദ്ധീകരണം നമ്മുടെ ജീവിത ശൈലിയായി തീരണം. 5-ാം അധ്യായം 8-ാമത്തെ വാക്യം, സർവ്വജനത്തെയും പരിച്ഛേദന ചെയ്തു തീർന്ന ശേഷം അവർക്ക് സൗഖ്യമാകുന്നത് വരെ അവർ പാളയത്തിൽ താന്താങ്ങളുടെ സ്ഥലത്ത് പ്രാർത്ഥിക്കും. എത്ര ദിവസമാണ്? ഏകദേശം 10-15 ദിവസം അവരുടെ പാളയങ്ങളിൽ മുമ്പോട്ട് പോകേണ്ടി വരെ അവിടെ താമസിച്ചു. ഇറ്റ് സ്ലോഡ് ദം ഡൗൺ. താമസിച്ചനുസരിച്ചത് കാരണം നേരമെടുത്തു.
താമസിക്കരുത്. പറയുമ്പോൾ അനുസരിക്കണം. ഈ ഇത്രയും ദിവസം അവർ എന്തെടുത്ത് കാണും? അനുദപിച്ച് കാണും. എനിക്കറിയാം. ആശുപത്രിയിൽ പോയി കടന്നിട്ടുള്ള ദൈവദാസന്മാരൊക്കെ ചോദിച്ചാട്ടെ, ആശുപത്രിയിൽ പോയി കടന്നിട്ടുള്ള രോഗികളായിട്ട് കടന്നിട്ടുള്ള വിശ്വാസികളോട് ചോദിച്ചാട്ടെ, അവിടെ കിടക്കുമ്പോൾ അനുതാപ പ്രാർത്ഥന വരും. ഞാൻ ആരോടെങ്കിലും നിങ്ങൾ അന്യായം ചെയ്തിട്ടുണ്ടോ, എന്തെങ്കിലും കൊടുത്തു തീർക്കാനുണ്ടോ? അനുതാപം. അവർ അനുതാപം നിരപ്പ് പ്രാപിച്ചു. പൂർണ്ണ അനുസരണം കഴിയുമ്പോൾ ദൈവം നിന്ദ ഉരുട്ടിക്കളയും. 9-ാമത്തെ വാക്യം പറയുകയാണ് കേട്ടോ. ദൈവം നിന്ദ ഉരുട്ടിക്കളയും. യഹോവ യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിൻ്റെ നിന്ദ നിങ്ങൾ ഇന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്ത് ഇന്ന് വരെ ഗിൽഗാൽ, ഉരുൾ എന്ന് പേർ പറയുന്നു. ഹല്ലേലൂയ. നീ അനുസരിച്ച് കഴിയുമ്പോൾ, അവിടെ കിടന്ന് അനുദപിച്ച് കഴിയുമ്പോൾ, നിരപ്പ് പ്രാപിച്ച് കഴിയുമ്പോൾ, ഭാര്യയോട് ക്ഷമ ചോദിച്ച് കഴിയുമ്പോൾ, ഭർത്താവിനോട് ക്ഷമ ചോദിച്ച് കഴിയുമ്പോൾ, അപ്പനോട് ക്ഷമ ചോദിച്ച് കഴിയുമ്പോൾ, അമ്മായിയപ്പനോട് ക്ഷമ ചോദിച്ച് കഴിയുമ്പോൾ, പാസ്റ്ററോട് ക്ഷമ ചോദിച്ച് കഴിയുമ്പോൾ, ആരോടൊക്കെ ക്ഷമ ചോദിക്കണമോ അവരോടൊക്കെ ക്ഷമ ചോദിച്ച് കഴിയുമ്പോൾ ദൈവം നിന്റെ നിന്ദ ഉരുട്ടിക്കളയും. എൻ്റെ വേദപുസ്തകം അത് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു. 15-ാമത്തെ വാക്യം, വാഗ്ദത്ത ദേശത്തെല്ലാം പുതിയതാണ്, സകലതും പുതിയത്, നല്ലതാണ്, ആവശ്യത്തിലേറെ കിട്ടും. വാഗ്ദത്ത ദേശത്ത് എല്ലാം നല്ലത്, പുതിയത്, ആവശ്യത്തിലേറെ. ഹല്ലേലൂയ. 10, 11, 12 വാക്യങ്ങളിൽ നാം ഇങ്ങനെ കാണുന്നു. എന്നാൽ യോശുവ ജനത്തിൻ്റെ പ്രമാണികളോട് കൽപ്പിച്ചത്, പാളയത്തിൽ കടന്ന ജനത്തോട്, നിങ്ങളുടെ ദൈവമായി യഹോവ നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശം കൈവശമാക്കുവാൻ ചെല്ലേണ്ടതിന് നിങ്ങൾ 3 ദിവസം കഴിഞ്ഞിട്ട് യോർദാനക്കരെ കടക്കേണ്ടതാകിയാൽ ഭക്ഷണ സാധനം ഒരുക്കിക്കൊള്ളുവീനെന്ന് കൽപ്പിപ്പീൻ. പിന്നെ യോശുവ രൂബേന്യരോടും ഗാദ്യരോടും മനുഷ്യരുടെ പാതി ഗോത്രത്തോടും പറഞ്ഞു എന്നാൽ, യഹോവയുടെ ദാസനായ മോശ നിങ്ങളോട് കൽപ്പിച്ച വചനം ഓർത്തുകൊള്ളുവീൻ. ഹല്ലേലൂയ. നമ്മൾ അനുസരിക്കണം. ഹല്ലേലൂയ. മിസ്രയീമിലായിരുന്ന സമയത്ത് അവർക്ക് ഒന്നിനും തികയുന്നില്ല. മരുഭൂമിയിലായിരുന്ന സമയത്ത് കഷ്ടിച്ച് തികയുന്നു. ഞാൻ നേരത്തെ പ്രസംഗിച്ച ഒരു പോയിന്റാണത്. അടിമത്തത്തിൻ്റെ നാട്ടിൽ ഒന്നിനും തികയുന്നില്ല, വയറ് നിറയുന്നില്ല, മക്കളുടെയും വയറ് നിറയുന്നില്ല. എന്നാൽ മരുഭൂമിയിലായപ്പോൾ ഓരോരുത്തർക്കും ആവശ്യത്തിന് മാത്രം, ജസ്റ്റ് ഇനഫ്. എന്നാൽ വാഗ്ദത്ത ദേശത്തെത്തിയപ്പോൾ പ്രോസ്പെറിറ്റി, ആവശ്യത്തിലധികം. 40. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, ഒരു വിശ്വാസിയുടെ ജീവിതത്തിനകത്ത് 7-ാമത്തെ വർഷത്തിൽ അനുഗ്രഹം ഉണ്ടാകണം. ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു, വേദപുസ്തകത്തെ ആധാരമാക്കി ഞാൻ വിശ്വസിക്കുന്നു. 40 വർഷം കഴിയുമ്പോൾ മോശ അനുഗ്രഹം പ്രാപിക്കണം, മോശയുടെ കൂടെയുള്ളവർ അനുഗ്രഹം പ്രാപിക്കണം, യോശുവ അനുഗ്രഹം പ്രാപിക്കണം. സകല വിശ്വാസികൾക്കും ഒരു പ്രോസ്പെറിറ്റി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഉണ്ടാകുന്നില്ലെങ്കിൽ ദൈവത്തോട് ചോദിക്കണം, എന്തുകൊണ്ടുണ്ടായിട്ടില്ല? വാഗ്ദത്ത ദേശത്തെല്ലാം പുതിയത്, എല്ലാം നല്ലത്, ആവശ്യത്തിലധികം. 16-ാമത്തെ കാര്യം, പക്ഷേ നമ്മളെല്ലാവരും കഠിനാധ്വാനം ചെയ്യാം. ആരാധിച്ചിരുന്നാൽ പോരാ, അവിടെ ചെന്ന് കഴിയുമ്പോൾ വാഗ്ദത്ത ദേശത്ത് അവർക്ക് കഠിനാധ്വാനം ചെയ്യണം. ഇതുവരെ അങ്ങനല്ല, നടന്നു പോയാൽ മതിയായിരുന്നു, മന്ന പെറുക്കിയെടുത്താൽ മതിയായിരുന്നു, പൊടിച്ചു തിന്നാൽ മതിയായിരുന്നു. ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൃഷിക്കകത്ത് കളയ്ക്കണം, കഠിനാധ്വാനമാണ്. എന്നിട്ട് വിതയ്ക്കണം, എന്നിട്ട് കാത്തിരിക്കണം, എന്നിട്ട് കൊയ്യണം. ഹല്ലേലൂയ. വാഗ്ദത്ത ദേശത്ത് നിങ്ങളൊരു കഠിനാധ്വാനിയായിട്ട് മാറണം. കഠിനാധ്വാനമുള്ളത് എന്നുള്ളത് നിങ്ങളുടെ ലേബലായിരിക്കട്ടെ, കഠിനാധ്വാനി. ഹല്ലേലൂയ. ഞാനൊരു ഹാർഡ് വർക്കറാണ്. അഹങ്കാരം പറയുകയല്ല, സത്യം പറയുക. ഞാനൊരു ഹാർഡ് വർക്കറാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു, 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. അത് കഴിയുമ്പോൾ ലില്ലിയുടെ കൂടെ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ പ്രാർത്ഥിക്കുന്നു. ഇന്നും പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. അത് കഴിയുമ്പോൾ ഞാൻ വേദപുസ്തകം പഠിക്കാൻ തുടങ്ങുന്നു. പ്രസംഗിക്കാൻ പോയിരിക്കുവാണെങ്കിൽ 4 മണിക്കൂർ നോൺ സ്റ്റോപ്പ് പ്രസംഗിക്കും. ഇൻ്റർപ്രിറ്റേഷൻ ഇല്ലാതെ, തർജ്ജമയില്ലാതെ. ഒരു കഠിനാധ്വാനിയാണ് ഞാൻ. വേദപുസ്തകത്തിൽ നിന്ന് പഠിക്കുകയാണ്. ഞാൻ അങ്ങനെയല്ല ജനിച്ചത്. എൻ്റെ പപ്പ എന്നെ പല പ്രാവശ്യം ശപിച്ചിട്ടുണ്ട്. എൻ്റെ ഇളയ പങ്കെടുക്കെ ചോദിച്ചാലറിയാം, എന്നെ പല പ്രാവശ്യം ശപിച്ചിട്ടുണ്ട്. എടാ മടിയ, എടാ കൈയെടുത്ത് മെയ് ചൊറിയാത്തവനെ, അതിന് നിന്റെ പെങ്ങളെ വിളിക്കും, ഒന്ന് പുറമൊന്ന് ചൊറിഞ്ഞാട്ടെ, എൻ്റെ ഇവിടെ ഒന്ന് ചൊറിഞ്ഞാട്ടെ, നിന്റെ തുണി കഴുകണം, എല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കും. ഞാനിങ്ങനെ പറങ്ങാണ്ടി വെറുക്കാൻ പോകുമ്പം തോട്ടത്തിൽ പറങ്ങുണ്ടായിരുന്നു. പപ്പ ജോലി ചെയ്യുന്ന തോട്ടത്തിൽ. നിങ്ങളെല്ലാവരും ജോലിക്കാരും, ഞാൻ കങ്കാണിയ എന്ന് പറഞ്ഞു നടക്കും. ഹല്ലേലൂയ. ഞാൻ ജോലി ചെയ്യാത്തവനായിരുന്നു. എന്നാൽ വേദപുസ്തകം പഠിച്ചപ്പോൾ ഞാനൊരു കാര്യം കണ്ടു. വേദപുസ്തകത്തിൽ ആരെല്ലാം അനുഗ്രഹം പ്രാപിച്ചോ, ഇസ്രായേൽ ജനം മുഴുവൻ കഠിനാധ്വാനികളായി മാറി. അങ്ങനെയുള്ളവരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളൊക്കെ പറയും, നിങ്ങളൊരു കഠിനാധ്വാനി ആയിരിക്കണം. വാഗ്ദത്ത ദേശത്ത് നിങ്ങൾ കഠിനാധ്വാനി ആയിരിക്കണം. എന്ത് ചെയ്താലും കഠിനാധ്വാനി ആയിരിക്കണം. 17-ാമത്തെ കാര്യം, വാഗ്ദത്ത ദേശത്ത് നിനക്ക് ദൈവദൂതൻ കാവലുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റ്. 5-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം,
വിളവ് അനുഭവിച്ചതിൻ്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. ഇസ്രായേൽ മക്കൾക്ക് പിന്നെ മന്ന കിട്ടിയില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ തന്നെത്താൻ അധ്വാനിക്കണം. ആയാണ്ട് അവർ കനാൻ ദേശത്ത് വിളവ് കൊണ്ട് ഉപയോഗിച്ചു. 13-ാമത്തെ വാക്യം. യോശുവ യെരിഹോവിന് സമീപത്ത് ഇരിക്കുമ്പോൾ തല ഉയർത്തി നോക്കി, ഒരാൾ കയ്യിൽ വാൾ ഊരിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ നേരെ നിൽക്കുന്നത് കണ്ടു. യോശുവ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, നീ ഞങ്ങളുടെ പക്ഷക്കാരനോ? ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് കാവലായിരിക്കും. ഹല്ലേലൂയ. വാഗ്ദത്ത ദേശത്ത് ദൈവം പറഞ്ഞതനുസരിച്ച് വാഗ്ദത്ത ദേശത്തേക്ക് നടന്നു നീ കഴിയുമ്പോൾ, ഹല്ലേലൂയ, ദൈവദൂതൻ നിനക്ക് കാവലായിരിക്കും. നീ ഗബ്രിയേലിനെ കാണുന്നില്ല, നീ മീഖായേലിനെ കാണുന്നില്ല, ദൈവദൂതന്മാരെ കാണുന്നില്ല. പക്ഷെ ഓർത്തുകൊള്ളുക, ദൈവത്തിൻ്റെ ദൂതന്മാർ നിനക്ക് കാവലായിട്ടുണ്ട്. ദൈവമുണ്ടോ, ആരാധനയുണ്ടോ, അവിടെ ദൈവദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ ലില്ലി ഒരിക്കൽ സൗത്ത് ആഫ്രിക്കയിൽ പോയി. സൗത്ത് ആഫ്രിക്കയിൽ പോയത് ഒരു 8-10 സഹോദരന്മാരുമായിട്ട് ചേർന്നിട്ടാണ്. അവർ പലയിടത്തു നിന്ന് വന്ന് ലില്ലി മാത്രമേ ഇന്ത്യയിൽ നിന്ന് ഏക സ്ത്രീ. കൊള്ളക്കാരവരെ പിടിച്ചു. കൊള്ളക്കാരവരെ പിടിച്ചിട്ട് പുരുഷന്മാരുടെ എല്ലാവരുടെയും സകലരുടെയും സകല സാധനം എടുത്തുകൊണ്ട് പോയി. അവരുടെ ബാഗ് എടുത്തുകൊണ്ട് പോയി. ഒളിച്ചു വെച്ചിരുന്ന സാധനങ്ങളൊക്കെ എവിടെയൊക്കെയാണ് പുരുഷന്മാർ ഒളിച്ചു വെക്കുന്ന അറിയാലോ, അണ്ടർവെയറിനകത്തൊക്കെ എല്ലാം എടുത്തു. ചിലർ കാപ്പൻ്റെ അടിയിലോട്ട് പേഴ്സ് കയറ്റി വെച്ചു, എല്ലാം എടുത്തു. ഒരാളുടെ വില കൂടിയ സ്വർണത്തിൻ്റെ മാല എല്ലാം പിടിച്ചെടുത്തു. സകലരുടെയും കൊണ്ടുപോയി. ലില്ലിയെടുക്ക ചെന്ന് വെച്ച് പറഞ്ഞു, തള്ളേ, ഇങ്ങനെ പറഞ്ഞു, തള്ളേ, നിൻ്റെ വാച്ച് ഇഞ്ഞതാ. ലില്ലി വാച്ച് കാണിയോ? ഈ പന്ന വാച്ച് എനിക്ക് വേണ്ട. നിൻ്റെ മോതിരം ഇഞ്ഞ, കല്യാണ മോതിരം എന്താ? ലില്ലി പറഞ്ഞു, കല്യാണ മോതിരം ഇല്ല. അവർ പറഞ്ഞു, തലയിൽ വെച്ച് പറഞ്ഞു, ഞാൻ വെടിവെച്ച് കൊന്നു കളയും, അവൾ കില്ലിയോ എന്ന് പറഞ്ഞു. ലില്ലി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ലില്ലിയെടുക്കാൻ പല പ്രാവശ്യം ചോദിച്ചു, ലില്ലി തനിക്ക് പേടി വന്നില്ലയോ? ഇല്ല. ലില്ലി എളുപ്പം പഠിക്കുന്ന ആളാണ്. പക്ഷേ ലില്ലി അത് പഠിച്ചില്ല. ഞാൻ ചോദിച്ചു, എന്താ കാര്യം? ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് സുവിശേഷ വേലയ്ക്കായിട്ട് പട്ടാളത്തിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ വരാനായിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി തിരിക്കാൻ നേരം ദൈവം ഒരു വാക്ക് കൊടുത്തിരുന്നു, നീ എവിടെ പോയിരുന്നാലും നിൻ്റെ ജീവൻ കൊള്ള കിട്ടിയ പോലെ ഇരിക്കും. എനിക്കറിയാമായിരുന്നു. ലില്ലി എൻ്റെ പറഞ്ഞു. ഞാൻ 2 പ്രാവശ്യം ചോദിച്ചു. പറഞ്ഞു, എനിക്ക് അല്പം പോലും ഭയം വന്നില്ല. തോക്ക് വെച്ചപ്പോഴും ഭയം വന്നില്ല. എന്താ കാര്യം? അവൾക്കൊരു റേമ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബാക്കി എല്ലാവരുടെയും സാധനം എടുത്തുകൊണ്ട് പോയി. ലില്ലിയുടെ ബാഗ് മുമ്പിൽ കിടക്കുകയാണ്. അതിനകത്ത് ഡോളറുണ്ട്, അതിനകത്ത് പാസ്പോർട്ടുണ്ട്, അതിനകത്ത് സ്വർണ്ണമൊന്നും ഇല്ലെങ്കിലും ഡോളറുണ്ട്. ഹല്ലേലൂയ. സകലരുടെയും കൊണ്ടുപോയപ്പോഴും ലില്ലിയെ കർത്താവ് കാത്തു സൂക്ഷിച്ചു. എന്താ കാര്യം? ഒരു ദൈവദൂതൻ ലില്ലിയോട് കൂടെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരുടെ കൂടെ ഇല്ലായിരുന്നു എന്ന് എൻ്റെ ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞുകൂടാ. അത് സ്വർഗ്ഗത്തിൽ ചെന്ന് നമുക്ക് ചോദിക്കാം. ദൈവം നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ ആരാധന നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ ദൂതൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. 18-ാമത്തെ കാര്യം, ദൈവം ഉപയോഗിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന മനുഷ്യനോടുള്ള കൽപ്പന. 15-ാമത്തെ വാക്യം ഞാൻ വായിക്കട്ടെ. 5:15. യഹോവയുടെ സൈന്യത്തിൻ്റെ അധിപതി യോശുവയോട്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളയുക, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുന്നു എന്ന് പറഞ്ഞു. യോശുവ അങ്ങനെ ചെയ്തു. ഇത് ഗബ്രിയേലായിരിക്കാം, മിഖായേലായിരിക്കാം എന്നാണ് ആരെങ്കിലും ഒരാൾ, ഒരു അധിപതി, ഒരു ലീഡർ പറയാണ്, നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് ഊരിക്കളയുക. ദൈവം ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനോടുള്ള കൽപ്പനയാണ്. ഹല്ലേലൂയ. എന്താ കാര്യം? ചിലരൊക്കെ പള്ളിയിൽ പോകുമ്പോഴൊക്കെ ചെരുപ്പൂരും. ഞാനും ചെരുപ്പൂരിയിട്ടാണ് ഇന്ത്യയിൽ പ്രസംഗിക്കുന്നത്. വിദേശത്ത് ചെല്ലുമ്പോൾ അങ്ങനെ പ്രസംഗിക്കാനൊക്കത്തില്ല. കാരണം അവർ വിചാരിക്കും ഞാൻ എന്തോ കാണിക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഇന്ത്യയിൽ ഞാൻ ചെരുപ്പൂരിയിട്ട് പ്രസംഗിക്കും. പക്ഷേ ചെരുപ്പൂരിനൊന്നും വേദവസ്ത്രത്തൊന്നും വാക്യമില്ല കേട്ടോ. അവിടെ പറഞ്ഞതിൻ്റെ അർത്ഥം, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ നിൻ്റെ കാലിലെ ചെരുപ്പ് ഊരിക്കളയുക. എന്താണ് ചെരുപ്പ് കാണിക്കുന്നത്? ചത്ത മൃഗത്തിൻ്റെ തോൽ. ഒരു വിശുദ്ധീകരണം ആവശ്യമാണ്. ബാക്കിയുള്ളവരുടെ ആരുടെയും പറഞ്ഞില്ല, യോശുവായ്ക്ക് മാത്രം. ഇനിയും പറയുന്നത് കേട്ടാട്ട്. ഹല്ലേലൂയ. ഒരു ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ അവൻ്റെ വിശുദ്ധ ജീവിതം മറ്റുള്ളവരെക്കാൾ മെച്ചമായിരിക്കണം. ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്, ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യൻ മറ്റുള്ളവരെക്കാൾ വിശുദ്ധനാകണമെന്ന് നിർബന്ധമില്ല. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ കാലിൽ എവിടെയെങ്കിലും അശുദ്ധമായിട്ടുള്ളതുണ്ടെങ്കിൽ നാം അത് ഊരിക്കളയണം. നാം വിശുദ്ധിയിൽ നിന്നുകൊണ്ട് ആരാധിക്കണം. ഹല്ലേലൂയ. സമാഗമന കൂടാരത്തിലോട്ട് ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് പൊൻതളികയാണ്. എന്തിനാണ് അവിടെ? കൈകാലുകൾ കഴുകുവാൻ. എവിടെയെങ്കിലുമൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന എങ്ങനെയാണ്? സ്വർഗസ്ഥനായ, ആകാശത്തുള്ള ഞങ്ങളുടെ ബാബയല്ല, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആകാശത്തെ ബാബ എന്ന് പറയുന്നത് പിശാചാണ്, സാത്താൻ. അവനാണ് ആകാശത്തിൻ്റെ പ്രഭു. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞാൽ ദൈവമായിട്ടുള്ള ബന്ധം ആദ്യമായിട്ട് നമ്മൾ നേരെയാക്കണം. ഹല്ലേലൂയ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ, എൻ്റെ ഒറ്റയ്ക്കല്ല, എൻ്റെ വിശ്വാസം, ഞങ്ങളുടെ ബന്ധങ്ങളെ നമ്മൾ നേരെയാക്കണം. എന്നിട്ട് പറയാണ്, സ്വർഗത്തിൽ നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ എൻ്റെ ഹൃദയത്തിനകത്താകട്ടെ, സ്വർഗത്തിലെ പോലെ കർത്താവേ എൻ്റെ വീട്ടിലാകട്ടെ, എൻ്റെ പേഴ്സിനകത്താകട്ടെ, എൻ്റെ ഫോണിനകത്താകട്ടെ, എൻ്റെ അക്കൗണ്ട് ബുക്കിനകത്താവട്ടെ. ഹല്ലേലൂയ. എൻ്റെ ബിസിനസ്സിനകത്താകട്ടെ, എൻ്റെ സഭയിലാകട്ടെ, എൻ്റെ ഹൃദയത്തിലാകട്ടെ. ഹല്ലേലൂയ. ഈ അനുഭവം പലർക്കും പല വിധത്തിലാകാം. ഹല്ലേലൂയ. ചിലർ കർത്താവിനെ കണ്ടെന്ന് വരാം,
ചിലർ ദൈവദൂതന്മാരെ കണ്ടെന്ന് വരാം, ചിലർ വാള് കണ്ടെന്ന് വരാം, എന്നാൽ ചിലർ ഒന്നും കാണുന്നില്ലായിരിക്കാം. ഇത് 2 കൊരിന്ത്യർ 5:7 പറയുകയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. വി വാക്ക് ബൈ ഫെയ്ത്ത് നോട്ട് ബൈ സൈറ്റ്. മാതൃഭൂമിക്കാരുടെ ബൈബിളിനകത്ത്, അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ബൈബിളിനകത്ത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, വിശ്വാസത്താൽ അത്രയും നാം ജീവിതം നയിക്കുന്നത്, കാഴ്ച കൊണ്ടല്ല. ഹല്ലേലൂയ. നമ്മൾ കാണുന്ന യേശുവിനെ, എൻ്റെ ആളുണ്ടൊക്കെ ചോദിക്കും, വർഗീസ് ബ്രദർ യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവദൂതന്മാരെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ദൈവം തന്നിട്ടുള്ള എന്തെങ്കിലും ഒരു വലിയ വെളിച്ചമല്ലോ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒന്നും കണ്ടിട്ടില്ല. പിന്നെ എന്താ കാര്യം? ഞാൻ നടക്കുന്നത് വിശ്വാസത്താൽ അത്രേ ഞാൻ ജീവിതം നയിക്കുന്നത്, കാഴ്ച കൊണ്ടല്ല. കണ്ടിട്ടുള്ളവർക്കായിട്ട് സ്തോത്രം, കണ്ടിട്ടില്ലാത്തവർക്കായിട്ടും സ്തോത്രം. നിങ്ങൾ കണ്ടാലും കണ്ടില്ലേലും ശരി, ഹൃദയം കൊണ്ട് കണ്ടിട്ട് നമ്മൾ കർത്താവിൻ്റെ നടക്കണം. പൗലോസ് ആരാണ്? 2 കൊരിന്ത്യർ 12:1-5 വരെ അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ആളുകൾക്ക് ഞാൻ ചോദിക്കുകയാണ്, എത്ര സ്വർഗമുണ്ട്? ചിലർ പറയും 3. അങ്ങനെ പറഞ്ഞിട്ടില്ല. 3-ാം സ്വർഗത്തോളം, അതിനപ്പുറത്തും ഉണ്ടായിരിക്കും. നമുക്കറിഞ്ഞുകൂടാ, നമുക്ക് പറയാനൊക്കത്തില്ല. പക്ഷെ 3 സ്വർഗമുണ്ട് ഓർക്കുകയാണ്. യേശു മരിച്ചു, ഹല്ലേലൂയ, മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റു, നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. എന്താണ്? എൻ്റെ പിന്നാലെ വരിക, ഫോളോ മീ. നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ പോകാം. മോശ മരിച്ചു. യോശുവ 1:1 2-ാമത്തെ വാക്യം, ആദ്യത്തെ ഭാഗം ഞാൻ വായിക്കട്ടെ. 1-2. യോശുവയുടെ ദാസനായ മോശയുടെ മരണശേഷം യോഹോവ നൂൻ്റെ മകനായി മോശയുടെ ശുശ്രൂഷനായ യോശുവയോട് അരുളി ചെയ്തത്, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിനെന്ന് പറഞ്ഞു. മോശ മരിച്ചു. അതിനുശേഷം ഒരു യോശുവ എഴുന്നേൽക്കേണ്ടത് ആവശ്യമായിരുന്നു. ഹല്ലേലൂയ. യോശുവയും മരിച്ചു. ഇനി എന്താണ്? ഇനി നിങ്ങളാണ്, ഞാനാണ്, നിങ്ങളാണ്. എനിക്ക് വയസ്സ് 82 എൻ്റെ ശബ്ദം കേൾക്കുന്ന പലർക്കും അത്രയും പ്രായമായിട്ടില്ല. നിങ്ങൾക്ക് 20 വയസ്സായിരിക്കാം, 21 വയസ്സായിരിക്കണം. മോശ മരിച്ചു, യോശുവ മരിച്ചു, പത്രോസ് മരിച്ചു, പൗലോസ് മരിച്ചു. ഇനി അടുത്തത് നിങ്ങളാണ്. നാം പോകണം. ഹല്ലേലൂയ. 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളൂടെ വായിക്കട്ടെ. ഹല്ലേലൂയ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത് കേട്ടോ. ഹല്ലേലൂയ. അതിൽ എഴുതിയിരിക്കുന്നത് പോലൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടത് നീ രാവും പകലും ധ്യാനിച്ചു കൊണ്ടിരിക്കണം, എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും. നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. കാണാതെ അറിയാൻ വയ്യായെങ്കിലും ഉറക്ക വായിക്കണം. ഹല്ലേലൂയ. വിശ്വാസം കേൾവിയാൽ വരുന്നു. അതുകൊണ്ട് കേൾക്ക വായിക്കണം, ഉറക്ക വായിക്കണം. നീ കൃതാർത്ഥനായി ഇരിക്കും, നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായി ഇരിക്കും. 9, നിന്റെ ദൈവമായി യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടി ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചത്. യോശുവയോട് കൽപ്പിച്ചു, നിന്നോടും കൽപ്പിക്കുകയാണ്. ഭയപ്പെടരുത്, ഉറച്ചു നിൽക്കുക, ഭയപ്പെടരുത്. ഹല്ലേലൂയ. ഭ്രമിക്കുകയും അരുത്, ദൈവം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം, കർത്താവിന് വേണ്ടി ജീവിക്കാമെന്ന് തീരുമാനമെടുക്കാം. അടുത്ത ആഴ്ച ബാക്കി തുടരുന്നതായിരിക്കും. പക്ഷേ ഇന്നത്തെ സന്ദേശം ഇതാണ്. യോശുവ മരിച്ചു, പൗലോസ് മരിച്ചു, പത്രോസ് മരിച്ചു, യോഹന്നാൻ മരിച്ചു, ബില്ലി ഗ്രഹാം മരിച്ചു, DGS ദിനകരൻ മരിച്ചു. അടുത്തത് നിങ്ങളാണ്. നമുക്ക് ദൈവത്തിൻ്റെ വചനം പ്രാപിക്കാം, ദൈവത്തിൻ്റെ റേമ പ്രാപിക്കാം. എന്നിട്ട് ദൈവം പറയുന്നത് പോലെ വേല. ഹല്ലേലൂയ. നമ്മുടെ ചർച്ചിനകത്ത്, നമ്മുടെ വീടിനകത്ത്, നമ്മുടെ ദേശത്ത്, ഹല്ലേലൂയ, ഇന്ത്യ രാജ്യത്ത്, കേരളത്തിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി ദൈവം ഏൽപ്പിക്കുന്ന വേല ചെയ്യാം. യോശുവയെ ഏൽപ്പിച്ച വേല യോശുവ ചെയ്തു. നിന്നെയും എന്നെയും ഏൽപ്പിച്ചിരിക്കുന്ന വേല നാം ചെയ്യണം. അത് ഇന്നല്ലെങ്കിൽ എന്നാണ്. നാം താമസിച്ചു പോയി, അല്ല നാം വളരെ താമസിച്ചു പോയി, ഇനിയും താമസിക്കാൻ പാടില്ല. നാം നമ്മുടെ വേലയിൽ ശുഷ്കാന്തി ഉള്ളവരായിട്ട്, ഒരു കഠിനാധ്വാനിയായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വേല ചെയ്യാം. കർത്താവ് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആർക്കാണ് ആഗ്രഹം? വർഗീസ് ബ്രദറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. നീ വേല ചെയ്യുന്നത് പോലെ അതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് വേല ചെയ്യാനുണ്ട്, എനിക്ക് വേല ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ വേല ചെയ്യാൻ നിങ്ങളുടെ വീട്ടിൽ വേല, നിങ്ങളുടെ സഭയിൽ വേല, നിങ്ങളുടെ സൺഡേ സ്കൂളിൽ വേല, നിങ്ങളുടെ അനാഥശാലയിൽ വേല, നിങ്ങളുടെ സ്ഥലത്തൊരു വേല. ഞാൻ തലയിൽ കൈവച്ചാട്ട് ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. സ്വർഗസ്ഥനായ ദൈവമേ, മോശ മരിച്ചപ്പോൾ യോശുവയെ എഴുന്നേൽപ്പിച്ചു, പൗലോസ് മരിച്ചപ്പോൾ ഒരു തിമോത്തിയോസിനെ എഴുന്നേൽപ്പിച്ചു, കർത്താവെ ഏലിയാവിന് പകരം ഒരു ഏലിശായെ എഴുന്നേൽപ്പിച്ചു. ഞാൻ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ, അവർ ഓരോരുത്തരും സ്റ്റഡ കുടഞ്ഞ് എഴുന്നേൽക്കട്ടെ. നീ ഏൽപ്പിക്കുന്ന വേല ചെറുതായാലും വലുതായാലും, ചർച്ചിനകത്തെ കക്കൂസ് എഴുതുന്നതാണെങ്കിലും, ട്രാക്ട് കൊടുക്കുന്നതാണെങ്കിലും, പാവപ്പെട്ടവരെ നോക്കുന്നതാണെങ്കിലും, എന്താണോ നീ ഏൽപ്പിക്കുന്ന വേല അത് വിശ്വസ്തയോടെ ചെയ്യുന്ന ഒരു യോശുവയായിട്ട് തീരട്ടെ. സഹോദരി, നീ യോശുവയാണ്. സഹോദര, നീ യോശുവയാണ്. എഴുന്നേൽക്കുക, അവൻ്റെ പണി പൂർത്തിയാക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. അടുത്ത ആഴ്ച ബാക്കി.